third unit of the course VSOE 141. The unit name is City. After reading this lesson, you will be able to define city and understand its sociological relevance. അപ്പം നിങ്ങൾ ഈ യൂണിറ്റ് പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, ഫസ്റ്റ് വൺ, ഡിഫൈൻ സിറ്റി ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് സോഷ്യോളജിക്കൽ റെലവൻസ്. സിറ്റിയെക്കുറിച്ച് നന്നായിട്ട് ഡിഫൈൻ ചെയ്യാനും അതെന്താണെന്ന് മനസ്സിലാവും. പിന്നെ അതിൻ്റെ സോഷ്യോളജിക്കൽ റെലവൻസ്. പിന്നെ അടുത്തതായിട്ട് ഐഡൻറ്റിഫൈ ദ സ്ട്രക്ചറൽ പാറ്റേൺ ഓഫ് എ സിറ്റി. സിറ്റിയുടെ സ്ട്രക്ചറൽ പാറ്റേൺ എങ്ങനെയാണെന്ന്. പിന്നെ അണ്ടർസ്റ്റാൻഡ് ദ സിറ്റി ടൈപ്പ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് പ്രൈമറി ഫങ്ഷൻ. Then analyze the contribution of the city to its larger territory. ലാർജർ ടെറിട്ടറിയിലേക്ക് സിറ്റിയുടെ കോൺട്രിബ്യൂഷൻ എന്താണ്. അതുപോലെ തന്നെ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഹൗ സിറ്റീസ് റെസ്പോണ്ട് ടു ഗ്ലോബൽ റിഫോംസ്. ഗ്ലോബൽ റിഫോംസിന്, ആഗോള നവീകരണത്തിലേക്ക് സിറ്റിയുടെ റെസ്പോൺസ് എന്തൊക്കെയാണെന്ന്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ലെസൺ പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാക്കുന്നത്. ഇൻ ദ പ്രീവിയസ് യൂണിറ്റ് വി ഡിസ്കസ് ദ കൺസെപ്റ്റ് ഓഫ് അർബനൈസേഷൻ. നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ പഠിച്ചത് അർബനൈസേഷൻ എന്നുള്ള ആ കൺസെപ്റ്റാണ്. വി ഓഫൺ മിസ്റ്റേക്ക് അർബൻ സെൻറ്റേഴ്സ് ഫോർ സിറ്റീസ്. പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട് അർബൻ സെൻറ്റേഴ്സിനെയൊക്കെ സിറ്റീസായിട്ട്. അങ്ങനെയല്ല, ഇത് രണ്ടും ഡിഫറെൻ്റ് ആണ്. ദ സിറ്റി റെപ്രസെൻറ്റ് ഓൺലി എ പാർട്ട് ഓഫ് ദ അർബൻ ഏരിയ. അർബൻ ഏരിയയുടെ ഒരു പാർട്ട് മാത്രമാണ് സിറ്റി എന്ന് പറയുന്നത്. സിറ്റി റെപ്രസെൻറ്റ്സ് ഓൺലി എ പാർട്ട് ഓഫ് ദ അർബൻ ഏരിയ. അർബൻ സ്റ്റാൻഡ്സ് ഫോർ ഓൾ ദ നോൺ അർബൻ ജിയോഗ്രഫീസ്. അപ്പോൾ അർബൻ എന്നുള്ളതിനെ ഉൾക്കൊള്ളുന്നത് എന്തൊക്കെയെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ സിറ്റീസ്, ടൗൺസ് ആൻഡ് സബർബ്സ്, ഇതെല്ലാ കാര്യങ്ങളും ഒന്നിച്ചു ചേർന്നതാണ് അർബൻ എന്ന് പറയുന്നത്. അപ്പോൾ അർബൻ്റെ ഒരു പാർട്ട് മാത്രമാണ് സിറ്റി എന്ന് പറയുന്നത്. ഇൻ ദിസ് യൂണിറ്റ് വി വിൽ ഡീൽ എക്സ്ക്ലൂസീവ്ലി വിത്ത് സിറ്റീസ്. The word city originates from the Latin word civitas, meaning citizenship or belong to a community. അപ്പോൾ വേർഡ് മീനിങ് ആണ് സിറ്റി എന്നുള്ളത്. അതൊരു ലാറ്റിൻ വേർഡ്, സിവിറ്റാസ് എന്നുള്ള ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ ബിലോങ് ടു എ കമ്മ്യൂണിറ്റി, ഒരു കമ്മ്യൂണിറ്റിയിൽ ഉള്ളത് അല്ലെങ്കിൽ അതിലെ സിറ്റിസൺഷിപ്പ്. ഇതാണ് ഇത് അർത്ഥമാക്കുന്നത്. സിറ്റീസ് ആർ എസെൻഷ്യലി ലാർജ് അഗോൾമറേഷൻ ഓഫ് പീപ്പിൾ. അപ്പോൾ സിറ്റീസ് എന്ന് പറയുമ്പോൾ അവിടെ ആളുകൾ തിങ്ങിക്കൂടി വസിക്കുന്ന ഒരു സ്ഥലമാണ്. ഹവർ ദ പോപ്പുലേഷൻ ഇൻ എ സിറ്റീസ് ഡൈവേഴ്സ് ആൻഡ് ഹെട്രോജീനിയസ്. എങ്ങനെയായാലും നമുക്കറിയാം ദ പോപ്പുലേഷൻ ഇൻ എ സിറ്റീസ് ഡൈവേഴ്സ് ആൻഡ് ഹെട്രോജീനിയസ്. വൈവിധ്യം നിറഞ്ഞതും വിവിധങ്ങളുമായിട്ടുള്ള ഒന്നാണ് സിറ്റിയിലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ദ സിറ്റി ദസ് ബിക്കംസ് എ place of complex social interplays, making it relevant to the discipline of sociology. അതുകൊണ്ട് തന്നെ ഇത് ഒരു കോംപ്ലക്സ് സോഷ്യൽ ഇൻ്റർപ്ലേസ് ആണ്. അതുകൊണ്ട് തന്നെ സോഷ്യോളജി എന്നുള്ള ഡിസിപ്ലിനകത്ത് ഇതിനൊരു വലിയ സ്ഥാനം തന്നെയുണ്ട്. ഇൻ ദിസ് യൂണിറ്റ് വി വിൽ ട്രൈ ടു അൺപാക്ക് സം ഓഫ് ദിസ് എലിമെൻറ്റ്സ്. അപ്പോൾ ഈ യൂണിറ്റിൽ കുറേ സിറ്റിയായിട്ട് ബന്ധപ്പെട്ട കുറേ എലിമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ലെറ്റ് us start the unit by discussing the sociological relevance of cities. സിറ്റീസിൻ്റെ സോഷ്യോളജിക്കൽ റെലവൻസ് എന്താണ്. ആൻഡ് ദെൻ പ്രൊസീഡ് ടു ഡിസ്കസ് ദ ഫണ്ടമെൻ്റൽ ക്യാരക്ടറിസ്റ്റിക്സ്. അത് കഴിഞ്ഞാൽ സിറ്റിയുടെ പൊതുവായിട്ടുള്ള സ്വഭാവങ്ങൾ, ക്യാരക്ടറിസ്റ്റിക്സ്, ടൈപ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് എ സിറ്റി, അത് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ സിറ്റി. വാട്ട് കംസ് ടു യുവർ മൈൻഡ് വെൻ യു തിങ്ക് ഓഫ് എ സിറ്റി? ഒരു സിറ്റി എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ മനസ്സിൽ ഉദിക്കുന്ന കാര്യം എന്താണ്? ഇറ്റ് ഈസ് എ പിക്ചർ ഓഫ് towering buildings, people shuttling between work and their homes, neighborhood parks, crowded markets and busy streets. ഒരു സിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ വക കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. കുറേ വലിയ വലിയ ബിൽഡിങ്സ്, ടവേഴ്സ്, ഷട്ടിൽ പീപ്പിൾ വർക്ക് ആൻഡ് ദെയർ ഹോംസ്, അവരുടെ വർക്കും ഹോമും ഒക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത്. നൈബറിങ് പാർക്സ്, അതിനടുത്തായിട്ട് പാർക്കുകൾ, ക്രൗഡഡ് മാർക്കറ്റ്സ്, ആളുകൾ തിങ്ങിക്കൂടുന്ന മാർക്കറ്റുകൾ, അതുപോലെ തിരക്കുള്ള സ്ട്രീറ്റ്സ് ഫിൽഡ് വിത്ത് റെസ്റ്റോറൻറ്റ്സ്. സ്ട്രീറ്റിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് റെസ്റ്റോറൻറ്റ്സ്, ഷോപ്സ്, അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് സെൻറ്റേഴ്സ്, മാനസിക ഉല്ലാസത്തിന് ഉപകാരപ്രദമായിട്ടുള്ള മറ്റ് സെൻറ്റേഴ്സ്, ഇതെല്ലാം കൂടി നിറഞ്ഞതായിട്ടാണ് നമ്മൾ സിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉദിക്കുന്ന ഒരു കാഴ്ചപ്പാട്. മോസ്റ്റ് ഓഫ് us have the same image when we think of cities. Cities are certainly physical entities. വാസ്തവത്തിൽ
വാസ്തവത്തിൽ ഈ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. സിറ്റീസിനൊരു ഫിസിക്കൽ എൻറ്റിറ്റീസ് ഉണ്ട്. ബട്ട് വാട്ട് ഈസ് സിറ്റി ആസ് എ സോഷ്യോളജിക്കൽ കൺസെപ്റ്റ്? പക്ഷേ അതിനൊരു സോഷ്യോളജിക്കൽ കൺസെപ്റ്റും കൂടിയുണ്ട്. ഒരു സിറ്റി എന്ന് പറയുമ്പോൾ സോഷ്യോളജിസ്റ്റുകളായ നമ്മളുടെ ഉള്ളിൽ അതിനെക്കുറിച്ചുള്ള ഒരു സോഷ്യോളജിക്കൽ കൺസെപ്റ്റ് ഉണ്ട്. അതാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ലൈക്ക് മോസ്റ്റ് സോഷ്യൽ കൺസെപ്റ്റ്സ്, ദ ഡെഫിനിഷൻ ഓഫ് സിറ്റി ഈസ് മൾട്ടിപ്പിൾ, ഡൈവേഴ്സ് ആൻഡ് അംബിഗ്വസ്. അപ്പോൾ എല്ലാ സോഷ്യൽ കൺസെപ്റ്റ്സിനെ പോലെ തന്നെ സിറ്റിയുടെ ഡെഫിനിഷനും അതിനകത്ത് പല കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സിറ്റീസ് മൾട്ടിപ്പിൾ, അതുപോലെ ഡൈവേഴ്സ് ആൻഡ് അംബിവിയസ്. അതിൻ്റെ ഡെഫിനിഷൻ പലപ്പോഴും പലതരത്തിൽ ഡെഫിനിഷൻസ്, വിഭിന്നങ്ങളായിട്ടുള്ള ഡെഫിനിഷൻസ് കൊടുക്കാറുണ്ട്. ചിലത് വളരെ കറക്റ്റും കൃത്യമായിട്ടുള്ളതായിരിക്കും, ക്ലിയർ ആയിരിക്കും. എന്നാൽ ചിലത് അവ്യക്തത നിറഞ്ഞതുമാണ്. ദ അംബിഗ്വിറ്റി സ്റ്റെംസ് ഫ്രം ദ ഡിഫറെൻറ്റ് വെൻറ്റേജ് പോയിന്റ്സ് ദാറ്റ് സോഷ്യോളജിസ്റ്റ് ടേക്സ് ടു എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ്. അപ്പോൾ ഈ അവ്യക്തത വരുന്നത് പല പോയിന്റിൽ കൂടി സോഷ്യോളജിസ്റ്റ് ഇതിനെ കാണാൻ ശ്രമിക്കുമ്പോഴാണ്. സം ഓഫ് ദം സ്പീക്ക് അബൌട്ട് പോപ്പുലേഷൻ ഡെൻസിറ്റി. അത് പല പോയിന്റുകൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ചിലവർ അതിൻ്റെ പോപ്പുലേഷൻ ഡെൻസിറ്റിനെ ആധാരമാക്കിയായിരിക്കും പറയണം. വൈൽ അതേഴ്സ് അബൌട്ട് ഒക്കുപേഷണൽ ഡൈവേഴ്സിറ്റി. മറ്റുള്ളവർ ചിലപ്പോൾ തൊഴിലുള്ള വിഭിന്നതകൾ സിറ്റിയിലുള്ള അതിനെക്കുറിച്ചായിരിക്കും സംസാരിക്കണം. ഇൻ ആൻ ആർട്ടിക്കിൾ ടൈറ്റിൽഡ് വാട്ട് ഈസ് എ സിറ്റി, വാട്ട് ഈസ് എ സിറ്റി എന്നുള്ള ഹെഡിങ് ഉള്ള ആ ആർട്ടിക്കിളിൽ അമേരിക്കൻ ഹിസ്റ്റോറിയൻ ആൻഡ് സോഷ്യോളജിസ്റ്റ് ലൂയിസ് മംഫോർഡ്, ഒരു അമേരിക്കൻ ഹിസ്റ്റോറിയനുമാണ് അതുപോലെ സോഷ്യോളജിസ്റ്റും ആയിട്ടുള്ള ലൂയിസ് മംഫോർഡ് സിറ്റീനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആസ് എ വെന്യൂ ദാറ്റ് എനേബിൾസ് ഡൈവേഴ്സ് ഗ്രൂപ്സ് ടു എൻഗേജ് ഇൻ economic organization that are based on some regulations and who are housed in permanent structures within a geographically limited area. അപ്പം ഇതാണ് ലൂയിസ് മംഫോർഡ് നൽകിയിരിക്കുന്ന ഡെഫിനിഷൻ. ആളുകളൊക്കെ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലം, അതുപോലെ വെന്യൂ ദാറ്റ് എനേബിൾസ് ഡൈവേഴ്സ് ഗ്രൂപ്പ്സ്, പല തരത്തിലുള്ള ഗ്രൂപ്പ്സ് ഓഫ് ആളുകളുണ്ട്. അവർ പലതരം കാര്യങ്ങൾ, എക്കണോമിക് ഓർഗനൈസേഷൻസും മറ്റു പല കാര്യങ്ങളിലും വ്യാപൃതരാണ്. സം റെഗുലേഷൻസ് ആൻഡ് ഹു ആർ ഹൗസ്ഡ് ഇൻ പെർമനൻറ്റ് സ്ട്രക്ചേഴ്സ് വിത്തിൻ എ ജിയോഗ്രഫിക്കലി ലിമിറ്റഡ് ഏരിയ. ഒരു ജിയോഗ്രഫിക്കലി ലിമിറ്റഡ് ഏരിയയിൽ അവർ അവരുടെ പെർമനൻറ്റ് താമസവും ഒക്കെ ഒരുക്കിയിട്ടുള്ള അങ്ങനെയുള്ള ഒരു ഭാഗത്തിനെയാണ് സിറ്റി എന്ന് പറയുന്നത്. ഇത് ലൂയിസ് മംഫോർഡിന്റെ ഡെഫിനിഷനാണ്. ഇൻ ദ ഡിക്കേഡ്സ് ദാറ്റ് ഫോളോഡ് മംഫോർഡ് മെനി ഡെഫിനിഷൻസ് ഹാവ് കം അപ്പോൺ സിറ്റീസ് ലീഡിംഗ് ടു എ കൺസെൻസസ് ഓൺ സിറ്റീസ് ആസ് റിലേറ്റീവ്ലി ലാർജ്, ഡെൻസ് ആൻഡ് പെർമനന്റ് സെറ്റിൽമെന്റ്സ് ഓഫ് സോഷ്യലി ഹെട്രോജീനിയസ് ഗ്രൂപ്പ്സ്. അപ്പോൾ ഇതിനെ തുടർന്ന് പല ആളുകളും പലതരം ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട് സിറ്റിയിൽ. അപ്പോൾ എല്ലാത്തിലും പ്രധാനമായിട്ട് പറയണത് സിറ്റീസ് ആസ് റിലേറ്റീവ്ലി ലാർജ്, ഡെൻസ് ആൻഡ് പെർമനന്റ് സെറ്റിൽമെന്റ്, കുറെ വലിപ്പമുള്ളത്, അതുപോലെ തന്നെ അവിടെ പെർമനന്റ് ആയിട്ട് സെറ്റിൽ ചെയ്തിരിക്കുന്ന ആളുകളുണ്ട്. സോഷ്യലി ഹെട്രോജീനിയസ് ഗ്രൂപ്പ്, ഈ ആളുകൾ എന്ന് പറയുന്നത് സാമൂഹികമായിട്ട് വിഭിന്ന ഗ്രൂപ്പുകളിൽപ്പെട്ട ആളുകളായിരിക്കും. വിഭിന്നത്വം ഉള്ള ആളുകൾ, ഒരേപോലെയുള്ളവരല്ല, പല സ്വഭാവക്കാർ, പല തരക്കാർ എല്ലാവരെയും ചേർന്നതാണ് സിറ്റി എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. Dense and permanent settlement of socially heterogeneous groups. Let us now unpack each of these descriptions to find its relevance in sociology. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എത്രത്തോളം ശരിയാണെന്ന് നമുക്ക് സോഷ്യോളജി ആയിട്ട് ബന്ധപ്പെടുത്തി സിറ്റീനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എത്ര റെലവൻസ് ആണെന്ന് നമുക്ക് നോക്കാം. കോൺട്രറി ടു സോഷ്യൽ റൂറൽ റീജിയൻസ് വേറെ limited number of people reside, cities are home to millions and more. അപ്പോൾ കോൺട്രറി ടു റൂറൽ റീജിയൻസ്, ഗ്രാമീണ മേഖല എന്ന് പറയുമ്പോൾ അവിടെ ലിമിറ്റഡ് നമ്പർ ഓഫ് പീപ്പിൾസ് ആണ് താമസിക്കുന്നത്. സിറ്റീസ് എന്ന് പറഞ്ഞാൽ അതിന് എതിരായിട്ട് ഓപ്പോസിറ്റായിട്ട് ഹോം ടു മില്യൻസ് ആൻഡ് മോറും, മില്യൻസും അതിൽ കൂടുതലും ആളുകൾ ഉൾക്കൊള്ളുന്ന ഒന്നാണ് സിറ്റീസ് എന്ന് പറയുന്നത്. വിത്ത് ദ ഹ്യൂജ് നമ്പേഴ്സ് കം ഇൻഡിവിജ്വൽ വേരിയബിലിറ്റി ആൻഡ് അനോമിറ്റി. Though some relationships are formed on personal intimate level, social associations formed in the cities are superficial and transitory. Density implies specialization and diversification, wherein the social relations are complex, characterized by segregation, formal rules of associations and reciprocity. അപ്പോൾ പരസ്പരം ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ
സിറ്റിയിൽ വസിക്കുന്ന ആളുകൾ, അതായത് പലയിടത്തുനിന്ന് വന്ന ആളുകൾ, പല സ്വഭാവക്കാരാണ്. അപ്പോൾ അവർ ഫോർമൽ റൂൾസ് ഓഫ് അസോസിയേഷൻസ് ഒക്കെ ഉണ്ടാവും, അവർക്ക് ഒന്നിച്ച് പോകാനായിട്ടും കാര്യങ്ങൾക്കും ഒക്കെ തടസ്സങ്ങൾ കൂടാണ്ട് മുന്നോട്ട് പോകാനുള്ള പല സെറ്റപ്പുകളും അവിടെ ഉണ്ടാവും. വി മേ നോട്ട് ബി കോൺഷ്യസ് ഓഫ് ദ ഡെക്കറം ആൻഡ് അൺസെറ്റ് റൂൾ വി ഫോളോ വൈൽ വി ഇന്ററാക്ട് വിത്ത് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ്. അപ്പോൾ എങ്ങനെയൊക്കെയാണെങ്കിലും അവിടെ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഉണ്ട്, അതൊക്കെ തമ്മിൽ ഇന്ററാക്ട് ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം. തിങ്ക് ഓഫ് ദ ഡിഫറൻസ് ഇൻ യുവർ ഇന്ററാക്ഷൻ വിത്ത് യുവർ ടീച്ചർ ആൻഡ് ടൈലർ. ഇപ്പോൾ ഒരു ടീച്ചറോട് എങ്ങനെ ഇന്ററാക്ട് ചെയ്യണം, അതുപോലെ ഒരു ടൈലറോട് എങ്ങനെ ഇന്ററാക്ട് ചെയ്യണം, അതുപോലെ ആ ഡിഫറൻസസ് നമുക്ക് ഇവിടെയും കാണാം. പല തരത്തിലുള്ള ഹെട്രോജീനിയസ് ഗ്രൂപ്പ്സ് ആണ് ഉള്ളത്. അപ്പോൾ അവിടെ ഇന്ററാക്ഷൻസിലും അതുപോലെയുള്ള ഡിഫറൻസസ് നമുക്ക് കാണാൻ പറ്റും. ഹെട്രോജീനിറ്റി മേക്സ് ദ സോഷ്യൽ മെമ്പർഷിപ്സ് ഇൻ ദ സിറ്റി ഡൈനാമിക് ആൻഡ് മൾട്ടിപ്പിൾ. അപ്പോൾ അത് ഈ ഹെട്രോജീനിറ്റി തന്നെ അവിടുത്തെ സോഷ്യൽ മെമ്പർഷിപ്സ് ഇൻ ദ സിറ്റി അതിനെ ഒരു ഡൈനാമിക്കും അതുപോലെ മൾട്ടിപ്പിളും ആയിട്ട് മാറ്റുന്നുണ്ട്. ദർ ആർ നോ റിജിഡ് സോഷ്യൽ സ്ട്രക്ചേഴ്സ്. ഒരു റിജിഡ് ആയിട്ടുള്ള സോഷ്യൽ സ്ട്രക്ചേഴ്സ് അവിടെ ഇല്ലാതെ എപ്പോഴും മാറി മാറി ഇരിക്കും. ഇൻ എ വില്ലേജ് ഇൻഡിവിജ്വൽസ് മേ ബി നോൺ ആസ് സമ്മൺ സൺ ഓർ റിലേറ്റീവ്. ഇപ്പോൾ ഒരു വില്ലേജിലാണെങ്കിൽ നമ്മളെ പരിചയപ്പെടുന്നത് ഇന്ന ആളുടെ മകൻ അല്ലെങ്കിൽ ഇന്ന ആളുടെ മകൾ എന്നുള്ള അങ്ങനെ ഒരു പേരിലാണ്. ഹവർ ഇൻ സിറ്റീസ് ദ ഐഡന്റിറ്റി ഓഫ് എ പേഴ്സൺ ഡിപ്പെൻഡ്സ് ഓൺ ഹിസ് അച്ചീവ്മെന്റ് റാദർ ദാൻ അസ്ക്രൈബ്ഡ് ക്വാളിറ്റീസ്. പക്ഷേ സിറ്റിയിൽ നമ്മൾ അറിയപ്പെടുന്നത് നമ്മൾ ആരാണ്, നമ്മുടെ അച്ചീവ്മെന്റ് എന്താണ്, ആ ഐഡന്റിറ്റിയാണ്. ഏത് തൊഴിലിൽ ഏർപ്പെട്ടിട്ട് നമ്മുടെ സ്റ്റാറ്റസ് എങ്ങനെയാണ്, നമ്മുടെ അച്ചീവ്മെന്റ് അസ്ക്രൈബ്ഡ് ക്വാളിറ്റീസ് എന്താണ്, അത് ആസ്ക്രൈബ്ഡ് ക്വാളിറ്റി അല്ല, നമ്മൾ നേടിയിരിക്കുന്ന ക്വാളിറ്റി എന്താണ് അതിനെ ആധാരമാക്കിയിട്ടാണ് നമ്മൾ അറിയപ്പെടുന്നത്. അല്ലാണ്ട് ജനിച്ചത് ആരുടെ വീട്ടിലാണെന്നോ ആരുടെ മകനായിട്ടെന്നോ അല്ല. ഇപ്പോൾ എന്താണ് സ്റ്റാറ്റസ്, എന്താണ് ആസ്ക്രൈബ്ഡ് അല്ല, ഇവിടെ നമ്മൾ അച്ചീവ് ചെയ്തിരിക്കുന്നത് എന്താണ് അത് അനുസരിച്ചാണ് നമ്മൾ അറിയപ്പെടുന്നത്. ഹെൻസ് ദെയർ ഈസ് ഇൻക്രീസ്ഡ് സോഷ്യൽ മൊബിലിറ്റി ബട്ട് ഓൾസോ ഇൻസ്റ്റെബിലിറ്റി ആൻഡ് ഇൻസെക്യൂരിറ്റി. അപ്പോൾ അവിടെ ഇൻക്രീസ്ഡ് സോഷ്യൽ മൊബിലിറ്റി ഉണ്ട്, പക്ഷേ അവിടെ ഇൻസ്റ്റെബിലിറ്റി ആൻഡ് ഇൻസെക്യൂരിറ്റിയും കൂടി നമുക്ക് കാണാൻ പറ്റുന്നത്. സിറ്റി എനേബിൾസ് യു ടു ബി എ മെമ്പർ ഓഫ് ഡിഫറെൻറ്റ് സോഷ്യൽ ഗ്രൂപ്പ്സ്. സിറ്റി നമ്മളെ പലതരത്തിലുള്ള സോഷ്യൽ ഗ്രൂപ്പ്സിൻ്റെ മെമ്പേഴ്സാക്കി മാറ്റാറുണ്ട്. ദർ ആർ ഒക്കുപേഷണൽ അസോസിയേഷൻ, recreational association, political membership based on ideologies, religious association based on faith and so on. ഇങ്ങനെ പല അസോസിയേഷൻസിലും മെമ്പർ ആവും സിറ്റിയിൽ താമസക്കാരാകുമ്പോൾ. അതായത് ഒക്കുപേഷണൽ അസോസിയേഷൻസ് ഉണ്ടാവും, തൊഴിൽപരമായിട്ടുള്ള അസോസിയേഷൻസ്, അതുപോലെ മാനസിക ഉല്ലാസത്തിന് വേണ്ടി റിക്രിയേഷണൽ അസോസിയേഷൻസ്, ക്ലബ്ബ് മുതലായവ ഉണ്ടാവും. അതുപോലെ പൊളിറ്റിക്കൽ മെമ്പർഷിപ്സ് ഉണ്ടാവും. ഓരോരുത്തരുടെ ഐഡിയോളജി അനുസരിച്ച് അവർ ആ പൊളിറ്റിക്കൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടാവും. അതുപോലെ റിലീജിയസ് അസോസിയേറ്റ്സ്, അവനവൻ്റെ ഫെയ്ത്തിന് ആധാരമായിട്ട് റിലീജിയസ് അസോസിയേഷനിലും മെമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ പല മെമ്പർഷിപ്പ് സിറ്റിയിൽ മെമ്പേഴ്സിന് കിട്ടാറുണ്ട്. ഹെൻസ് എ സോഷ്യോളജിക്കൽ റീഡിംഗ് ഓഫ് ലൈഫ് ഇൻ എ സിറ്റി ക്യാൻ ബി കോംപ്ലക്സ് ആൻഡ് ഇൻ്റർസെക്റ്റിംഗ്. അതുകൊണ്ട് തന്നെ സോഷ്യോളജിക്കൽ റീഡിംഗ് ഓഫ് ലൈഫിൽ വെച്ചെന്ന് പറയുമ്പോൾ സിറ്റി ക്യാൻ ബി കോംപ്ലക്സ് ആൻഡ് ഇൻ്റർസെക്റ്റിംഗ്. അതൊരു കോംപ്ലക്സും അതുപോലെ ഇൻ്റർസെക്റ്റിംഗും ആണ്. ദ സിറ്റീസ് characteristics of all the diverse functions it serves. These functions can vary from time to time and region to region. അപ്പോൾ ഓരോരുത്തരും ചെയ്യുന്ന ആ ഫങ്ഷൻസ് സമയാസമയങ്ങളിലും പ്രദേശങ്ങളനുസരിച്ചും അത് മാറിക്കൊണ്ട് ഇരിക്കും. ഇൻ ദ ഫോളോയിങ് സെക്ഷൻസ് വി വിൽ ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ ദ ഫങ്ഷൻസ് ഓഫ് സിറ്റീസ്. ഇനി സ്പേഷ്യൽ കോൺഫിഗറേഷൻ ഓഫ് സിറ്റി, സിറ്റീസിൻ്റെ സ്ഥലമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, സ്പേഷ്യൽ കോൺഫിഗറേഷൻ, അതിൻ്റെ ഘടനകളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. പാരീസ് ഈസ് കൺസിഡേർഡ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സിറ്റീസ് ഇൻ ദ വേൾഡ്. പാരീസ് സിറ്റീസിലെ വേൾഡിലെ ഏറ്റവും നല്ലൊരു ബ്യൂട്ടിഫുൾ സിറ്റി ആയിട്ടാണ് അറിയപ്പെടുന്നത്. എവറി ഇയർ thousands of tourists flock to the city to walk through its boulevards, marvel at its aesthetically appealing architecture and enjoy the traditional French delicacies. അപ്പോൾ അതിൻ്റെ ആ ബ്യൂട്ടി കണ്ടിട്ട് ഓരോ വർഷവും ഒരുപാട് ടൂറിസ്റ്റുകൾ അവിടെ കാഴ്ചക്കാരായിട്ട് പോകാറുണ്ട്. ആൻഡ് ഏരിയൽ പിക്ചർ ഓഫ് ദ സിറ്റി റിവീൽസ് സിമെട്രിക്കൽ സ്ട്രീറ്റ്സ് റേഡിയേറ്റിംഗ് ഔട്ട് ഫ്രം ദ സിറ്റി സെൻറ്റർ.
അപ്പോൾ ഇങ്ങനെ ഡു യു നോ ഹൗ ദ സിറ്റി കെയിം ഇൻ ടു ബീയിങ്, എങ്ങനെയാണ് ഈ സിറ്റി ഇതുപോലെ ആയതെന്ന് അറിയാമോ എന്ന്. വളരെ സുന്ദരമാണ്, അതുകൊണ്ട് തന്നെ കാണാൻ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിറ്റി ആയതുകൊണ്ട് ഓരോ വർഷവും അവിടെ തൗസൻഡ്സ് ഓഫ് ടൂറിസ്റ്റുകൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഈ സിറ്റി അതേപോലെ ഇത്ര നന്നായിട്ട് വരാനുള്ള കാരണം എന്താണ്, ഒറിജിനലി അങ്ങനെയായിരുന്നു എന്ന്. ഇൻ 1848 when Napoleon Bonaparte became the president of the French Second Republic, he found then the city filled with dirt, disease and overcrowding. 1848 നെപ്പോളിയൻ ബോണോപാർട്ട് അവിടുത്തെ ഫ്രഞ്ച് പ്രസിഡന്റ് ഓഫ് ദ ഫ്രഞ്ച് സെക്കൻഡ് റിപ്പബ്ലിക് ആയ സമയത്ത് സിറ്റി വളരെ മോശമായിരുന്നു. ഡേർട്ട്, ഡിസീസ്, അസുഖങ്ങൾ, അതുപോലെ ഓവർ ക്രൗഡിങ്, ഭയങ്കരമായിട്ടുള്ള പോപ്പുലേഷൻ. അപ്പോൾ ഇതൊക്കെ കൊണ്ട് ആകെ നാശമായിട്ടിരിക്കുകയായിരുന്നു ആ സിറ്റി. ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ആൻഡ് റിസോഴ്സ് വെയർ ബിലോ പാർ, സ്റ്റാൻഡേർഡിന് താഴെയുള്ള ഒരു ക്വാളിറ്റി ലൈഫാണ് അവിടെ ഉണ്ടായിരുന്നത്. ടു റിവൈറ്റലൈസ് ദ സിറ്റി, അപ്പോൾ ആ സിറ്റിനെ പുനർജീവിപ്പിക്കാൻ വേണ്ടി നെപ്പോളിയൻ അസൈൻഡ് ഇറ്റ്സ് ബ്യൂറോക്രാറ്റ് ജോർജ് ഈഗിൻ ഹസ്മാൻ ദ ടാസ്ക് ഓഫ് ബിൽഡിംഗ് ദ സിറ്റി. അപ്പോൾ ജോർജ് ഈഗിൻ ഹസ്മാൻ എന്നുള്ള ബ്യൂറോക്രാറ്റിനെ ഈ സിറ്റി റീബിൽഡ് ചെയ്യാനായിട്ട് അദ്ദേഹം ഏൽപ്പിച്ചു. അപ്പോൾ അദ്ദേഹം ഹസ്മാൻ ഓവർഹോൾഡ് ദ സിറ്റി ബൈ demolishing the labyrinth of slums and the existent buildings. അപ്പോൾ അവിടെ നിലനിന്നിരുന്ന ബിൽഡിങ്ങും അതുപോലെയുള്ള സ്ലംസ്, ചേരി പ്രദേശങ്ങളെല്ലാം നശിപ്പിച്ചിട്ട് പുതിയതായിട്ട് അവിടെ കാര്യങ്ങളെല്ലാം കൺസ്ട്രക്ട് ചെയ്ത്. ഹി ഡ്രൂ എ പ്ലാൻ ഓഫ് യൂണിഫോം സ്ട്രീറ്റ്സ് വാൾഡ് ബൈ ബിൽഡിങ്സ് വിത്ത് വിഷ്വലി അപ്പീലിംഗ് ഫാക്കറ്റ്സ് റാഡിക്കലി spreading outwards from the center of the city. The new plan ensured twin objectives. അപ്പോൾ ഈ പുതിയ പ്ലാൻ അനുസരിച്ച് ആ സിറ്റീനെ റീബിൽഡ് ചെയ്തപ്പോൾ അത് വളരെ മനോഹരമായി തീർന്ന്. അതിന് ട്വിൻ ഒബ്ജക്റ്റീവ്സ് ആയിരുന്നു. എ സിറ്റി ദാറ്റ് കുഡ് ബി ഈസിലി അഡ്മിനിസ്റ്റേർഡ് ആൻഡ് സർവൈൽഡ് ആൻഡ് വൺ വെയർ ദർ വാസ് ഫ്രീ ഫ്ലോ ഓഫ് എയർ, വാട്ടർ ആൻഡ് സർവീസ്. അപ്പോൾ നന്നായിട്ട് അഡ്മിനിസ്ട്രേഷനും കാര്യങ്ങളും നിലനിർത്താനായിട്ട് ഏറ്റവും നല്ലൊരു സ്ഥലം, അതുപോലെ തന്നെ ഫ്രീ ഫ്ലോ ഓഫ് എയർ, ശുദ്ധവായു, വാട്ടർ സർവീസസ് എല്ലാം കൊണ്ടും മെച്ചപ്പെട്ട ഏറ്റവും ബെസ്റ്റ് സ്ഥലമാക്കി അദ്ദേഹം മാറ്റി. ഹൗസ്മാൻസ് പ്ലാൻ ടു ഡേറ്റ് കണ്ടിന്യൂസ് ടു ഇൻസ്പയർ അർബൻ പ്ലാനേഴ്സ് അക്രോസ് ദ ഗ്ലോബ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൗസ്മാൻസിൻ്റെ പ്ലാൻ ഇപ്പോഴും മറ്റ് പല അർബൻ പ്ലാനേഴ്സും സ്വീകരിക്കുന്നുണ്ട് ലോകത്തിലുള്ള പലയിടങ്ങളിലും. എവരി സിറ്റി വെദർ പ്ലാൻഡ് ഓർ അൺപ്ലാൻഡ് ഈ സ്ട്രക്ചർ ഓൺ സർട്ടൻ ഫങ്ഷണാലിറ്റീസ് ദാറ്റ് സെർവ് ദ റീജിയൻ. അപ്പോൾ ഏത് സിറ്റി ആയാലും അത് പ്ലാൻഡ് ആയാലും കൊള്ളാം അൺപ്ലാൻഡ് ആയാലും കൊള്ളാം, ഈ സ്ട്രക്ചേർഡ് ഓൺ സർട്ടൻ ഫങ്ഷണാലിറ്റീസ് ദാറ്റ് സെർവ് ദ റീജിയൻ. ആ റീജിയനെ സേവ് ചെയ്യുന്ന ചില പ്രവർത്തികൾ അത് ചെയ്യേണ്ടതായിട്ടുണ്ട്. പാരീസ് ഫോളോസ് എ റാഡിക്കൽ ആർക്കിടെക്ചർ, ന്യൂയോർക്ക് സിറ്റി ഫോളോസ് ഗ്രിഡ് ആർക്കിടെക്ചർ, വേറസ് ചിക്കാഗോ ഫോളോസ് എ കോൺസെൻട്രിക് സർക്കിൾ മോഡൽ. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ഓരോ സ്ട്രക്ചർ ഓരോ സിറ്റീസും ഫോളോ ചെയ്യുന്നുണ്ട്. ആൻഡ് അനാലിസിസ് ഓഫ് ദ സ്ട്രക്ചർ ഓഫ് ദ സിറ്റി ഗീവ്സ് ഇൻസൈറ്റ്സ് ഓൺ മെനി സോഷ്യൽ ആസ്പെക്ട്സ് ഇൻക്ലൂഡിംഗ് ദ spatial distribution of different groups within the city, income distribution, governance model, etc. അപ്പോൾ സിറ്റി തന്നെ വിഭിന്നമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വ്യക്തമായിട്ടുള്ള സ്ഥലം നിശ്ചയിച്ചുകൊണ്ടാണ് ഒരു സിറ്റി പ്ലാൻ ചെയ്യണത്. വൺ ഓഫ് ദ കീ കമ്പോണൻസ് ഇൻ എ സിറ്റി ഈസ് ഇറ്റ്സ് മാർക്കറ്റ്. ഒരു കീ കമ്പോണൻ്റ് എന്ന് പറയുന്നത് അവിടുത്തെ മാർക്കറ്റുകളാണ്. അത് എക്കണോമിക് ആക്ടിവിറ്റിയുടെ ഹമ്പാണ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ. ഫോർ ദ flow of goods and money within the city is invariably related to its market, thereby playing a critical role in the occupation, residence and economic status of the city dwellers. അപ്പോൾ സിറ്റി ഡ്വല്ലേഴ്സിന് അത് ഒക്കപ്പേഷനിലും റെസിഡൻസിലും എക്കണോമിക് സ്റ്റാറ്റസിലും ഒക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സിറ്റിയിൽ ഉണ്ടായിരിക്കണം. ഹെൻസ് വി വിൽ ഹാവ് ഡീറ്റെയിൽഡ് ലുക്ക് അറ്റ് സം ഓഫ് ദ major theories on the internal structure of a city. The internal structure denotes the spatial arrangements of the physical and social entities in the city and throws light on the interaction between these elements. Kindly keep in mind that these theories are largely based on the spatial arrangements of
Western societies where urbanization becomes significant in the 19th and early 20th centuries. അപ്പോൾ 19th അതുപോലെ ഏർലി 20th സെഞ്ചുറീസിലും അർബനൈസേഷൻ കൂടുതൽ സിഗ്നിഫിക്കൻ്റ് ആയ ആ സമയത്ത് സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ്സ് വളരെ കൃത്യമായിട്ടാണ് കാര്യങ്ങളെല്ലാം അവിടെ നടത്തിയിരുന്നത്. വി വിൽ ബ്രീഫ്ലി ലുക്ക് ടു സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് മോഡൽസ്. അപ്പോൾ അങ്ങനെ സ്ഥലം നോക്കിയിട്ട് സ്ഥലപരമായിട്ടുള്ള സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ്സിന് പറ്റിയ രണ്ട് മോഡൽസ് നമുക്കിവിടെ പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ ദ കോൺസെൻട്രിക് സോൺ മോഡൽ ആൻഡ് ദ സെക്കൻഡ് ദ സെക്ടർ മോഡൽ. ഞാൻ രണ്ട് മോഡൽസും എന്താണെന്ന് നോക്കുക. അത് ഷോർട്ട് നോട്ടിനൊക്കെ വരാൻ സാധ്യതയുള്ളതാണ്, എളുപ്പമാണ്. കോൺസെൻട്രിക് സോൺ മോഡൽ. കോൺസെൻട്രിക് എന്ന് പറഞ്ഞാൽ കേന്ദ്ര ബിന്ദുവിൽ നിന്ന് സർക്കിൾസ്, ഒരേ ബിന്ദുവിൽ നിന്ന് പല സർക്കിളായിട്ട്, അതാണ് സെയിം ഏകകേന്ദ്രീതമായിട്ടുള്ള സർക്കിൾസ് വരുന്ന, അതാണ് കോൺസെൻട്രിക് സോൺ മോഡൽ എന്ന് പറഞ്ഞാൽ. കോൺസെൻട്രിക് സർക്കിൾ മോഡൽ അതായത് CCD ഓൾസോ നോൺ ആസ് ബർഗസ് മോഡൽ. അപ്പൊ ഈ മോഡൽ കണ്ടുപിടിച്ച ആളുടെ പേരാണ് ബർഗസ്, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് വെച്ച് തന്നെ ഇതിനെ ബർഗസ് മോഡൽ എന്നും പറയും. Is one of the earliest theoretical explanation of the pattern of city structure. Earliest pattern of city structure-ന്റെ ഒരു മോഡലാണ് ഈ ബർഗസ് മോഡൽ. It was proposed by the sociologist Ernest Burgess and applied to the city of Chicago. ഇത് ഈ മോഡൽ നൽകിയത് ഏണസ്റ്റ് ബർഗസ് ആണ്. അദ്ദേഹം ചിക്കാഗോയിൽ ഒരു സോഷ്യോളജിസ്റ്റ് ആണ്. അദ്ദേഹമാണ് ഈ മോഡൽ അവതരിപ്പിച്ചത്. ഹി തിയറൈസ്ഡ് ദാറ്റ് ദ അർബൻ സ്പേസ് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ഇൻ ടു കോൺസെൻട്രിക് സർക്കിൾസ് ഓഫ് ഡിഫറെൻറ്റ് സോൺസ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഈ സെൻറ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹി തിയറൈസ്ഡ് ദാറ്റ് ദ അർബൻ സ്പേസ് ക്യാൻ ബി കാറ്റഗറൈസ്ഡ്. അർബൻ സ്പേസിനെ പല തരത്തിലാക്കി വിഭജിക്കാൻ പറ്റും ഇൻ ടു കോൺസെൻട്രിക് സർക്കിൾസ് ഓഫ് ഡിഫറെൻറ്റ് സോൺസ്. കോൺസെൻട്രിക് സർക്കിൾസ് ആയിട്ട് ഡിഫറെൻറ്റ് സോൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ദ സോൺ അറ്റ് ദ കോർ ഈസ് കോൾഡ് ദ സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റ്. അപ്പൊ ദ സോൺ അറ്റ് ദ കോർ, സെന്ററിലുള്ള ആ സോൺ, അതിനെ പറയണത് സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റ് എന്നാണ്, CBD. അതിൽ കൊടുത്തിട്ടുണ്ട്, ആ പിക്ചർ നോക്കുക. അപ്പൊ സെൻട്രൽ 1 എന്ന് കൊടുത്തിരിക്കണം അവിടെ. ദ സോൺ അറ്റ് ദ കോർ ഈസ് കോൾഡ് ദ സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റ് വിച്ച് ഈസ് ദ ഹബ് ഓഫ് ഓൾ എക്കണോമിക് ആക്ടിവിറ്റീസ്. അപ്പോൾ എല്ലാ എക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെയും സെൻറ്റർ ആയിട്ട് വരും അത്. ഇനി ഇറ്റ് ഈസ് ദ ഡെൻസിസ്റ്റ് സോൺ വിത്ത് എ ഹൈ റേറ്റ് ഓഫ് കമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് ടേക്കിംഗ് പ്ലേസ്. അപ്പം ഈ സെൻട്രൽ ബിസിനസ് സെൻറ്റർ ആണെന്ന് പറഞ്ഞ്, ഹബ്ബാണെന്ന് പറഞ്ഞ്, അപ്പോൾ അവിടെ തന്നെ സോൺ വിത്ത് എ ഹൈ റേറ്റ് ഓഫ് കമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് കൂടുതൽ നടക്കുന്ന സ്ഥലമാണത്. ദ സോൺ ഈസ് വെൽ കണക്റ്റഡ് ആൻഡ് അറ്റ് ദ കൺവേർജൻസ് ഓഫ് ഓൾ ട്രാൻസ്പോർട്ട് നെറ്റ്വർക്ക്സ്. അപ്പോൾ സോൺ എല്ലായിടത്തേക്കുള്ള ട്രാൻസ്പോർട്ടും അങ്ങനെ ഒക്കെ ആയിട്ട് കണക്റ്റഡ് ആണ്. എല്ലായിടത്തേക്കും അവിടെ നിന്ന് പോകാനായിട്ടും വരാനായിട്ടും ഒക്കെ സൗകര്യങ്ങൾ ഉണ്ടാവും. ദ നെക്സ്റ്റ് മേജർ സോൺ ഈസ് ഫോർ ദ വർക്കിംഗ് ക്ലാസ് റെസിഡൻസ്. അപ്പോൾ അത് കഴിഞ്ഞാൽ CBD കഴിഞ്ഞാൽ, സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർക്കിംഗ് സോൺ എന്ന് പറയുന്നത് വർക്കിംഗ് ക്ലാസ് റെസിഡൻസ് ആണ്. അവിടെ താമസിക്കണ വർക്കിംഗ് ക്ലാസിൻ്റെ താമസ സ്ഥലങ്ങളാണ്. ദ സോൺ പ്രൊവൈഡ്സ് അഫോർഡബിൾ ഹൗസിംഗ് ആൻഡ് ഈസി കമ്മ്യൂട്ട് ടു ദ വർക്കിംഗ് ക്ലാസ് പോപ്പുലേഷൻ ഓഫ് ദ സിറ്റി. അപ്പോൾ ആ സോൺ പ്രൊവൈഡ് ചെയ്യണത് ഓരോരുത്തർക്ക് താങ്ങാൻ പറ്റുന്ന ആ ഒരു ചെലവിൽ അവിടെ താമസിക്കാനും ജോലിക്ക് പോകാനും, സിറ്റിയിൽ എവിടെയാണ് ജോലിക്ക് എത്തേണ്ടത് അങ്ങോട്ട് എത്തായിട്ടുള്ള ആ ഒരു ഫെസിലിറ്റിയാണ് ആ സെക്കൻഡ് സോണിനുള്ളത്. ദെയർ ഈസ് എ ട്രാൻസിഷൻ സോൺ ബിറ്റ്വീൻ CBD ആൻഡ് വർക്കിംഗ് ക്ലാസ് റെസിഡൻസ് സോൺ. ഇനി അതിൻ്റെ ഇടയ്ക്ക് ഒരു ട്രാൻസിഷൻ സോണും കൂടിയുണ്ട്. CBDയുടെയും അതുപോലെ വർക്കിംഗ് ക്ലാസ് റെസിഡൻസ് സോണിൻ്റെ ഇടയ്ക്കായിട്ട് ഒരു ട്രാൻസിഷൻ, ഒന്നിൽ നിന്ന് മറ്റേതിലേക്ക് പോകുന്ന വേറൊരു സോണും കൂടിയുണ്ട്. എ മിക്സ് ഓഫ് ബോത്ത് കമേഴ്ഷ്യൽ ആൻഡ് റെസിഡൻഷ്യൽ ആക്ടിവിറ്റീസ്. അവിടെ രണ്ട് ആക്ടിവിറ്റീസും നടക്കുന്നുണ്ട്, കമേഴ്ഷ്യലും റെസിഡൻഷ്യൽ ആക്ടിവിറ്റീസും രണ്ടും നടക്കുന്ന ഒരു സോൺ ഇതിന് ഇടയ്ക്ക്. അപ്പൊ സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റ്, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്കിംഗ് ക്ലാസിന്റെ
റെസിഡൻസും അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അതിന് ഇടക്കായിട്ട് ട്രാൻസിഷൻ സോൺ ബിറ്റ്വീൻ CBD ആൻഡ് വർക്കിംഗ് ക്ലാസ് റെസിഡൻസ് സോൺ വിച്ച് ഈസ് എ മിക്സ് ഓഫ് ബോത്ത് കമേർഷ്യൽ ആൻഡ് റെസിഡൻഷ്യൽ ആക്ടിവിറ്റീസ്. അപ്പോൾ ആ ട്രാൻസിഷൻ സോണിൽ കമേർഷ്യലും അതുപോലെ റെസിഡൻഷ്യൽ ആക്ടിവിറ്റീസും നടക്കുന്നുണ്ട്. ഇനി ഔട്ടർ സോൺ, പുറത്തുള്ള സോൺ കോൾഡ് ദ റെസിഡൻഷ്യൽ സോൺ. അതിന് ഫോർത്ത് എന്ന് ഇട്ടേക്കുന്നത് അത് റെസിഡൻഷ്യൽ സോൺസ് ആണ്. കാറ്റേഴ്സ് ടു ദ ആസ്പിറേഷൻ ഓഫ് ദ സിറ്റീസ് മിഡിൽ ക്ലാസ് ഫോർ കംഫർട്ടബിൾ ലിവിങ് കണ്ടീഷൻ. അവിടെയുള്ള മിഡിൽ ക്ലാസ്സിന് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ലിവിങ് കണ്ടീഷൻസിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ലാസ്റ്റ് ഫോർത്ത് സോൺ. The zone is home to a new development of residential space along with amenities such as parks, gardens and recreational centers. അപ്പോൾ ഈ സോണിൽ വീടും അതിനോടനുബന്ധിച്ച് തന്നെ സൗകര്യങ്ങൾ, പാർക്കുകളുണ്ട്, ഗാർഡൻ, പൂന്തോട്ടങ്ങൾ, റിക്രിയേഷണൽ സെൻറ്റേഴ്സ്, മാനസിക ഉല്ലാസത്തിനുള്ള മറ്റ് സെൻറ്റേഴ്സ്, തിയേറ്ററോ അതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ ക്ലബ്ബുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ലാസ്റ്റ് സോണിൽ കാണാൻ പറ്റും. The furthest zone from the hub is called the commuter zone, the periphery that is home to the city's high income group. ഇനി ഹൈ ഇൻകം ഗ്രൂപ്പിൻ്റെ സോണാണ് പിന്നെ അറ്റത്തായിട്ടുള്ളത്. അറ്റ് ദ എക്സ്പെൻസ് ഓഫ് ഹൈ കമ്മ്യൂട്ടിംഗ് കോസ്റ്റ് ദ സോൺ പ്രൊവൈഡ്സ് ലാൻഡ് ഫോർ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് സ്പേഷ്യസ് റെസിഡൻഷ്യൽ സോൺസ്. അപ്പോൾ കമ്പ്യൂട്ടർ സോൺസിൽ അവിടെയാണെങ്കിൽ ഏറ്റവും പൈസക്കാരായിട്ടുള്ളത് ഹൈ ഇൻകം ഗ്രൂപ്പ്സിൻ്റെ വീടുകളും അവർക്കുള്ള സൗകര്യങ്ങളും എത്ര വില പിടിച്ച കാര്യമായാലും അവർക്ക് ആ എക്സ്പെൻസ് താങ്ങാനുള്ള കഴിവുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഒരു സെറ്റപ്പുള്ള സ്ഥലമാണ് അടുത്തത്. ഇനി സെക്കൻഡ് മോഡലാണ് സെക്ടർ മോഡൽ എന്ന് പറയുന്നത്. അത് സെക്ടേഴ്സ് ആയിട്ടാണ്. മറ്റത് കോൺസെൻട്രിക് ഒരേ സെൻറ്ററിലുള്ള പല സർക്കിളായിട്ടാണ് ഡിവൈഡ് ചെയ്തെങ്കിൽ ഇവിടെ സർക്കിളിനെ കഷ്ണിച്ചിട്ടുള്ള പോലെ സെക്ടറായിട്ട് ഓരോ സെക്ടേഴ്സ് ആയിട്ടാണ് ഇവിടെ ഡിവിഷൻ. അപ്പോൾ ഫസ്റ്റ് സെക്ടർ സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റ്, സെക്കൻഡ് ഇൻഡസ്ട്രീരിയൽ സെക്ടർ, തേർഡ് വർക്കിംഗ് ക്ലാസ് ഹൗസിംഗ്, മിഡിൽ ക്ലാസ് ഹൗസിംഗ്, ഹൈ ഇൻകം ഹൗസിംഗ്, അങ്ങനെ 5 സെക്ടറായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് സെക്ടർ മോഡൽ ഉള്ളത്. ഇൻ 1913 ദ എക്കണോമിസ്റ്റ് ഹോമർ ഹോട്ട് പ്രൊപ്പോസ് ദ സെക്ടർ മോഡൽ. അപ്പോൾ ഈ സെക്ടർ മോഡൽ പ്രൊപ്പോസ് ചെയ്തത് ഇൻ 1939 എക്കണോമിസ്റ്റ് ഹോമറാണ് ഈ കാര്യം ചെയ്തത്. ഓൾസോ നോൺ ആസ് ദ ഹോയിറ്റ് മോഡൽ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഹോമർ ഹോയിറ്റ് ആണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ഹോയിറ്റ് മോഡൽ എന്നും ഈ സെക്ടർ മോഡലിനെ അറിയപ്പെടുന്നു. ഓഫ് സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റ്സ് he conceptualized that cities need not develop as rings or concentric circles are theorized by Burgess. പറഞ്ഞ പോലെ സിറ്റീസ് ഡെവലപ്പ് ചെയ്യേണ്ടത് റിങ്സ് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റിക് സർക്കിൾ ഫോമിലല്ല, ഇങ്ങനെ സെക്ടർ ഫോമിലാണ് വരേണ്ടതെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ദ കോർ ഓഫ് ഇന്ത്യൻസ് എക്കണോമിക് ആക്ടിവിറ്റീസ് റിമെയിൻസ് ദ സെയിം ഇൻ സെക്ടർ മോഡൽ ആസ് വെൽ. അപ്പോൾ കോർ ഓഫ് ഇന്ത്യൻസ് എക്കണോമിക് ആക്ടിവിറ്റീസ്, ഏറ്റവും പ്രധാനപ്പെട്ട എക്കണോമിക് ആക്ടിവിറ്റീസ് മറ്റേ മോഡലിൽ കണ്ട പോലെ തന്നെ സെൻറ്ററിൽ തന്നെയാണ് ഇവിടെയും ഉള്ളത്. ഹവർ അക്കോർഡിംഗ് ടു ഹോയിറ്റ് ദ സിറ്റി എക്സ്പാൻസ് ഇൻ സെക്ടേഴ്സ് ഡിപ്പെൻഡിങ് ഓൺ ദ ട്രാവൽ ലിങ്കേജ്. അപ്പോൾ ഈ സിറ്റി എക്സ്പാൻസ് ഇൻ സെക്ടറായിട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അത് എന്തിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്? ട്രാവലിംഗ് ലിങ്കേജിനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. എക്സ്പാൻഷൻ ഓഫ് ഇൻഡസ്ട്രീരിയൽ ആക്ടിവിറ്റീസ് ഫോളോസ് ദ റോഡ് ആൻഡ് റെയിൽ ലിങ്ക്സ്. അപ്പോൾ എക്സ്പാൻഷൻ ഓഫ് ഇൻഡസ്ട്രീരിയൽ ആക്ടിവിറ്റീസ് അതിന് ഏറ്റവും ആവശ്യമുള്ളതാണ് റോഡും അതുപോലെ ട്രാവൽ ലിങ്കേജസ് ഒക്കെ. അപ്പോൾ അതൊക്കെ കണക്റ്റഡ് ആയിട്ടാണ് ഇവിടെ ലിങ്ക്സ് ഒക്കെ വളരെ നന്നായിട്ട് ഈ സെക്ടറിൽ കൊടുത്തിട്ടുണ്ട്. സിമിലർ ഇൻഡസ്ട്രീരിയൽ ഹബ്സ് ആർ അറ്റാച്ച്ഡ് ടു ദ സെയിം സെക്ടർ ഡ്യൂ ടു ദ ഈസ് ആക്സസ് ടു ട്രാവൽ linkage. The working class population looks for housing options next to the industrial sector. Industrial sectorന് നെക്സ്റ്റ് ആയിട്ടുള്ളതാണ് വർക്കിംഗ് ക്ലാസ് പോപ്പുലേഷൻ്റെ ഹൗസിംഗ് കോളനി. അത് കഴിഞ്ഞാൽ ദ ഹൈ ഇൻകം ഗ്രൂപ്പ്സ് സെക്ടർ, അത് സെക്ടർ 5 ഹൈ ഇൻകം ഗ്രൂപ്പ് ആണ് വരുന്നത്. വാണ്ട്സ് ടു സെറ്റപ്പ് ദെയർ റെസിഡൻസ് ഫാർദസ്റ്റ് ഫ്രം ദ ബിസി കമേർഷ്യൽ ഹബ്സ്. ബിസി കമേർഷ്യൽ ഹബ്സിൽ നിന്നൊക്കെ അകലത്തിലായിട്ട് വളരെ സുഖപ്രദമായിട്ടുള്ളതാണ് അടുത്ത സെക്ടർ എന്ന് പറഞ്ഞത്. ദേ ആർ എഫ്ലുവൻറ്റ് ഗ്രൂപ്പ്സ് ലുക്കിംഗ് ഫോർ എ ക്ലീൻ ക്വയറ്റ് ഏരിയ ഫോർ ഇൻവെസ്റ്റിംഗ് ഇൻ ലാർജ് ഹൗസിംഗ്. വലിയ വലിയ വീടുകൾ വളരെ സൗകര്യപ്രദമായിട്ടും ക്ലീനായിട്ടും ക്വയറ്റായിട്ടുമുള്ള ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ് ലാസ്റ്റ്
sectorally. The Hoyt model is significant for it considers the direction and distance of growth of each sector. അപ്പോൾ ഈ ഹോയ്റ്റ് മോഡൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മോഡൽ തന്നെയാണ്. ഫോർ ഇറ്റ് കൺസിഡേഴ്സ് ദ ഡയറക്ഷൻ ആൻഡ് ഡിസ്റ്റൻസ് ഓഫ് ഗ്രോത്ത് ഓഫ് ഈച്ച് സെക്ടർ. ഓരോ സെക്ടറും ഏത് ഡയറക്ഷനിലും എങ്ങനെയാണ് വളരേണ്ടതെന്ന് അവിടെ കാണിക്കുന്നുണ്ട്. ഇറ്റ് ഓൾസോ ടേക്സ് ഇൻ ടു അക്കൗണ്ട് ദ ആക്സസിബിലിറ്റി ടു ട്രാവൽ ലിങ്ക്സ് ആസ് എ ക്രിട്ടിക്കൽ പാരാമീറ്റർ ഇൻ ദ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ്സ് ഓഫ് സിറ്റി. അപ്പോൾ എല്ലായിടത്തേക്കും യാത്രാ സൗകര്യങ്ങളും എല്ലാം പ്രത്യേകം ശ്രദ്ധിച്ചിട്ടാണ് ഈ മോഡൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് സിറ്റീസ്. സിറ്റീസിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നോക്കാം. Gideon Search, the American sociologist, classified the world urban centers into two categories. ആദ്യം രണ്ട് കാറ്റഗറി ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. ഒന്ന് പ്രീ ഇൻഡസ്ട്രീരിയൽ, മറ്റത് ഇൻഡസ്ട്രീരിയൽ. അക്കോർഡിംഗ് ടു സിബർച്ച്, pre-industrial cities are those without sophisticated technological advancement and relied on animal and human labor as dominant means of production. അപ്പോൾ പ്രീ ഇൻഡസ്ട്രീരിയലിൽ അപ്പോൾ മെഷീനറി ഒന്നും ടെക്നോളജി ഒന്നും വളർന്നിട്ടില്ല. അതുകൊണ്ട് അവിടെ ആനിമൽ ആൻഡ് ഹ്യൂമൻ ലേബേഴ്സാണ് അവിടെ കൂടുതൽ കാര്യങ്ങൾ ചെയ്തിരുന്നത്. whereas the industrial society അങ്ങോട്ടേക്ക് ആയപ്പോഴേക്കും have already achieved technological and scientific advancement and relied on modern means of energy resources such as nuclear power and fossil fuels. ഇനി ഈ ലാസ്റ്റ് ഇപ്പോൾ a more comprehensive set of criteria for classifying modern cities are proposed by Noel Gist and L.A. ഹെൽബർട്ട് നോയൽ ഗിസ്റ്റും കൂടി ചേർന്ന് ഒരു ക്ലാസിഫിക്കേഷൻ ക്രൈറ്റീരിയ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, നല്ലതുമായിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ. അപ്പോൾ they broadly classified cities into 6. അവർ 6 ഭാഗമായിട്ടാണ് ഈ സിറ്റീസിനെ ക്ലാസിഫൈ ചെയ്തത്. പ്രൊഡക്ഷൻ സെൻറ്റേഴ്സ് ഒന്ന്, സെക്കൻഡ് വൺ സെൻറ്റർ ഫോർ trade and commerce, third capital and administrative centers, fourth health and recreation centers, then fifth one religious and cultural centers, and sixth diversified cities. അപ്പോൾ ഇങ്ങനെ 6 ആയിട്ടാണ് ഈ രണ്ടു കൂട്ടർ, അതായത് ലോയൽ ഗിസ്റ്റും L.A. ഹെൽബർട്ടും സിറ്റീസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഈ ക്ലാസിഫിക്കേഷനാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് ഉള്ളത്. അപ്പോൾ പ്രൊഡക്ഷൻ സെൻറ്റേഴ്സിൽ ഇൻഡസ്ട്രിയലൈസേഷൻ ഹാസ് പ്ലേഡ് എ സുപ്രീം റോൾ in the emergence of early cities. You might have read in the previous unit that the emergence of markets and thriving centers of production offered people opportunities for employment. അപ്പോൾ പ്രൊഡക്ഷൻ എവിടെയാണ് കൂടുതലാണ് അവിടെയാണ് എംപ്ലോയ്മെൻറ്റ് ഫെസിലിറ്റീസ് ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തിന് അതിനെയാണ് പ്രൊഡക്ഷൻ സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിൾസ് ബിലായി ഇൻ ഛത്തീസ്ഗഡ്, കോയമ്പത്തൂർ ഇൻ തമിഴ്നാട്, അഡോനി ഇൻ ആന്ധ്രാപ്രദേശ് ആൻഡ് ജലന്ധർ ഇൻ പഞ്ചാബ് ആർ സം ഓഫ് ദ പ്രൊമിനന്റ് ഇൻഡസ്ട്രീരിയൽ സിറ്റീസ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രൊഡക്ഷൻ സെൻറ്റേഴ്സിന് ഒരു ക്ലാസിഫിക്കേഷൻ. സെക്കൻഡ് സെൻറ്റർ ഫോർ ട്രേഡ് ആൻഡ് കോമേഴ്സിന് വേണ്ടി വേറൊരു ക്ലാസിഫിക്കേഷൻ. അത് ദീസ് സെൻറ്റേഴ്സ് ആക്ട് ആസ് ദ ഫിനാൻഷ്യൽ ഹബ് ഓഫ് എ കൺട്രി ഓർ എ സ്റ്റേറ്റ്. Indian cities such as Mumbai, Visakhapatnam and Cochin emerged as the financial hubs due to maritime links they established and thereby setting new trade routes. ഇനി തേർഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സെൻറ്റേഴ്സ്. അപ്പോൾ ഒരു ഭരണകൂടവും അതുപോലെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ഒരു സെറ്റപ്പും വേണം. അപ്പോൾ അതാണ് തേർഡ് ക്ലാസിഫിക്കേഷനിൽ വരുന്ന capitals and administrative centers. These cities are the focal point of power and politics. By the virtue of being powerful, such cities might also perform commercial and production functions. In the capital cities of Indian states such as Gandhinagar, Thiruvananthapuram, Dispur and Imphal can be cited examples here. ഇനി അടുത്തത് ഹെൽത്ത് ആൻഡ് റെക്രിയേഷൻ സെൻറ്റേഴ്സ്. ദീസ് ആർ ദ സിറ്റീസ് നോൺ ഫോർ ദെയർ സിനിക് ബ്യൂട്ടി ആൻഡ് ടൂറിസ്റ്റ് അട്രാക്ഷൻസ്. സീനറിയുടെ ഭംഗിയും ടൂറിസ്റ്റിനെ അട്രാക്ട് ചെയ്യുന്ന സ്ഥലങ്ങൾ, അതിനൊക്കെയാണ് ഹെൽത്ത്, അങ്ങനെയുള്ള ഒരു ഭാഗത്തിന് ഹെൽത്ത് ആൻഡ് റിക്രിയേഷൻ സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്ത്. വിത്തൗട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫ് ട്രേഡ് പ്രോസ്പെക്ട്സ് ദി സിറ്റീസ് ത്രൈവ് ആസ് പ്രൊമിനന്റ് അർബൻ സെൻറ്റേഴ്സ് ഫോർ ദെയർ ability to attract tourists and thereby flow of goods and money.
പിന്നെ അടുത്ത ക്ലാസിഫിക്കേഷൻ റിലീജിയസ് ആൻഡ് കൾച്ചറൽ സെന്റേഴ്സ്. ഇന്ത്യ ആസ് എ റിച്ച് കൾച്ചർ ആൻഡ് റിലീജിയസ് ഹെറിറ്റേജ്. അപ്പോൾ അവിടെ സിറ്റീസ് സച്ചാസ് ബനാറസ്, അമൃത്സർ, ജയ്പൂർ, തിരുപ്പതി, ഹംപി ആൻഡ് അജ്മേർ have developed into modern cities due to the virtue of their strong cultural and religious ties. Then diversified cities. Last classification varnathu diversified cities. As you might realize by now that no city can be strictly confined to any particular role. ഒരു particular റോൾ കൊണ്ട് മാത്രം ഒരു സിറ്റി നിലനിൽക്കില്ല, പല കാര്യങ്ങളിൽ ബന്ധപ്പെടണം. അതുകൊണ്ടാണ് ദ ഡൈവേഴ്സ്ഡ് സിറ്റീസ് ഫംഗ്ഷൻ മൾട്ടിപ്പിൾ ആൻഡ് ഓഫൺ ഓവർലാപ്പിംഗ് റോൾസ്. അപ്പോൾ ഇങ്ങനെ 6 ഭാഗങ്ങളായിട്ട് ക്ലാസിഫിക്കേഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. ഡു യു തിങ്ക് അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, നോയൽ ആൻഡ് ഹെർബർട്സ് ക്ലാസിഫിക്കേഷൻ ഇസ് റെലവൻറ്റ് ഫോർ മോഡേൺ സിറ്റീസ്. ഇനി അടുത്തത് ഫങ്ഷൻസ് ഓഫ് സിറ്റീസ് ആണ്. ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ദ സിറ്റീസ് ദാറ്റ് യു ഹാവ് റീഡ് അബവ് ഈസ് ലാർജ്ലി ബേസ്ഡ് ഓൺ ദ പ്രൈമറി ആൻഡ് മോസ്റ്റ് ക്രിട്ടിക്കൽ ഫങ്ഷൻസ് ദാറ്റ് എ സിറ്റി സെർവ്. ആ സിറ്റിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഏറ്റവും നന്നായിട്ടും ചെയ്യാൻ പറ്റുന്ന ഫങ്ഷൻ എന്താണ്, അതിനെ ആശ്രയിച്ചിട്ടാണ് ആ ക്ലാസിഫിക്കേഷൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇനി ഓരോ ഫങ്ഷൻസ് എന്താണെന്ന് നോക്കാം നമുക്ക് ഓരോ സിറ്റീസും സിറ്റീസിൻ്റെയും. In the notable work, The Nature of Cities, the Chauncey D. Harris and Edward L. Ullman, the authors propose that cities perform one or a combination of the following 3 roles. 3 roles അല്ലെങ്കിൽ 3 ഫങ്ഷൻസ് സിറ്റീസ് പെർഫോം ചെയ്യേണ്ടെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. നേച്ചർ ഓഫ് സിറ്റീസ് എന്നുള്ള ആ നോട്ടബിൾ വർക്കിൻ്റെ ഓതേഴ്സ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് 3 റോൾസ് ആണ്, അല്ലെങ്കിൽ 3 ഫങ്ഷൻസ് ആണ് സിറ്റീസ് ചെയ്യുന്നതെന്ന്. അത് ഫസ്റ്റ് ഫങ്ഷൻ, സിറ്റീസ് ആർ സെൻട്രൽ പ്ലേസസ്. സിറ്റീസ് എന്നുള്ളത് ഒരു മുഖ്യ കേന്ദ്രങ്ങളായിരുന്നു. സിറ്റീസ് ആർ ദ ഫോക്കൽ പോയിന്റ് ഫോർ ട്രേഡ്, കമ്മ്യൂണിക്കേഷൻ, നെറ്റ്വർക്ക് ആൻഡ് കൾച്ചർ ഫോർ ദ ട്രൈബ്യൂട്ടറി ഏരിയാസ്. അപ്പോൾ ട്രൈബ്യൂട്ടറി അടുത്തുള്ള ഏരിയാസിനൊക്കെ ഏറ്റവും നല്ല ട്രേഡ്, കമ്മ്യൂണിക്കേഷൻ, നെറ്റ്വർക്ക്, കൾച്ചറൊക്കെ നൽകുന്ന ഒരു കേന്ദ്രമാണ് സിറ്റീസ്. അപ്പോൾ സിറ്റീസ് ആർ സെൻട്രൽ പ്ലേസസ്. ദീസ് സെൻറ്റേഴ്സ് ക്യാൻ ബി ആസ് സ്മോൾ ആസ് ഹാംലെറ്റ് സെർവിങ് ദ നൈബറിംഗ് വില്ലേജസ് ആൻഡ് സ്മോൾ ടൗൺസ് ഓർ ആസ് ലാർജ് ആസ് ന്യൂയോർക്ക് സിറ്റി. ചെറിയ ടൗൺ ആകാം, വലിയ സിറ്റി ആകാം, അല്ലെങ്കിൽ ചെറിയൊരു ടൗൺ ആകാം. എങ്ങനെയായാലും അത് മറ്റുള്ളവർക്കും കൂടി അവിടെ നിന്ന് പല സംഭാവനകളും നൽകുന്നുണ്ട്. അപ്പോൾ ന്യൂഡൽഹി ഇൻ ഇന്ത്യ ഈസ് ആൻ ആപ്റ്റ് എക്സാമ്പിൾ ഓഫ് എ സിറ്റി ആസ് എ പൊളിറ്റിക്കൽ സെൻറ്റർ. പൊളിറ്റിക്കൽ സെൻറ്ററിന് ഒരു ആപ്റ്റ് എക്സാമ്പിൾ ആണ് ന്യൂഡൽഹി എന്ന് പറയുന്നത്. അതുപോലെ ഇൻ ദ മോഡേൺ ഡേയ്സ് ന്യൂമറസ് സിറ്റീസ് ആർ എമർജിങ് ആസ് സെൻട്രൽ പ്ലേസസ്, ദെയർബൈ ക്രിയേറ്റിംഗ് a network of trade and communication links across larger territories. ഇനി സെക്കൻഡ് ഫങ്ഷൻ ഓഫ് ദ സിറ്റീസ് എന്ന് പറഞ്ഞാൽ സിറ്റീസ് ആസ് ട്രാൻസ്പോർട്ട് പോസി. ട്രാൻസ്പോർട്ടിനെ എളുപ്പമാക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്രാ സൗകര്യങ്ങൾ, സാധനങ്ങൾ കയറ്റി അയക്കുക, കൊണ്ടുവരിക, അങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ട് ഏറ്റവും നന്നായിട്ട് ചെയ്തു കൊടുക്കുന്ന സിറ്റീസ്. ദീസ് സിറ്റീസ് ആർ ദ ഗേറ്റ് വേ ഫോർ ദ ഡിസ്ബേഴ്സ്മെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് കാർഗോ. ഗുഡ്സും കാർഗോയും ഒക്കെ വരികയും പോവുകയൊക്കെ ചെയ്യുന്നത്, അത് എത്തിക്കുന്ന അതിൻ്റെ ഗേറ്റ് വേസ് ആയിട്ടാണ് ഈ സിറ്റീസ് വർക്ക് ചെയ്യുന്നത്. ഡ്യൂ ടു ദ വെർച്യൂ ഓഫ് ദിയർ ലൊക്കേഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ലിങ്ക്സ്, അവരുടെ ആ ലൊക്കേഷനും അതുപോലെ ട്രാൻസ്പോർട്ട് ലിങ്ക്സ്, സിറ്റീസ് സച്ച് ആസ് മുംബൈ ആൻഡ് വിശാഖ് ഡെവലപ്പ് ഫാസ്റ്റ് ഫോസി ഓർ breaks of transportation from where further transport routes spread to the larger territory. അപ്പോൾ അവിടെയൊക്കെ മുംബൈ, വിശാഖപട്ടണം ഒക്കെ അവിടെയൊക്കെ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് വേറെ സ്ഥലത്തേക്കും ട്രാൻസ്പോർട്ട് റൂട്ട്സ് വളരെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാധനങ്ങൾ കയറ്റി ഇറക്കലും ഒക്കെ വളരെ, അയക്കലും ഇറക്കലും കൊണ്ടുപോകലും കൊണ്ടുവരലും ഒക്കെ വളരെ എളുപ്പമാവും. ദീസ് സിറ്റീസ് ഓൾസോ ഡെവലപ്പ് ആക്സിലറി സർവീസസ് സച്ച് ആസ് വെയർഹൗസിംഗ്, സൊഫിസ്റ്റിക്കേറ്റഡ് ലോജിസ്റ്റിക്സ്, വാല്യൂ അഡീഷൻ, റീപാക്കിംഗ് എക്സെട്ര. അപ്പോൾ ഈ വക കാര്യങ്ങൾ ചെയ്യാനുള്ള ഫെസിലിറ്റീസും അവിടെയുണ്ട്. വിത്ത് റാംപ്ഡ് അർബനൈസേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ട്രാൻസ്പോർട്ട് infrastructure, this function of cities is being decentralized.
Chauncey and Edward suggested in 1945 that the airways would further change the pattern of development of cities in future. ഇപ്പോൾ എയർവേസിൽ കൂടി അപ്പോൾ കരമാർഗം, കടൽ മാർഗം, പിന്നെ വായുമാർഗം, അങ്ങനെ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ടൊക്കെ ഉള്ള സിറ്റീസ്, അതായത് സിറ്റീസ് ആസ് ട്രാൻസ്പോർട്ട് ഫോഴ്സ്. ദിസ് ഈസ് സർട്ടൺലി ദ കേസ് അറ്റ് പ്രസന്റ്. Today, most Indian cities are equipped to handle and serve the transaction of goods across borders and oceans. ഇനി തേർഡ് ഫങ്ഷനാണ് സിറ്റീസ് ആസ് കോൺസെൻട്രേഷൻ പോയിന്റ്സ് ഫോർ സ്പെഷ്യലൈസ്ഡ് സർവീസ്. സ്പെഷ്യലൈസ്ഡ് സർവീസസിന് പറ്റിയ കോൺസെൻട്രേഷൻ പോയിന്റ്സ് ആയിട്ട് സിറ്റീസ് വർക്ക് ചെയ്യുന്നുണ്ട്. സ്പെഷ്യലൈസ്ഡ് സർവീസസ് ആർ പെർഫോംഡ് ബൈ സിറ്റീസ് ബൈ ദ വെർച്യൂ ഓഫ് ദെയർ ലോക്കൽ റിസോഴ്സസ് ഓർ സ്ട്രാറ്റജിക് ലൊക്കേഷൻ. ചില അവരുടെ ആ ലോക്കൽ റിസോഴ്സസ് അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ലൊക്കേഷൻ കൊണ്ട് തന്നെ അവർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുന്നുണ്ട്. ദേ ആർ കണ്ടക്റ്റീവ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് സ്പെഷ്യലൈസ്ഡ് ഇൻഡസ്ട്രീസ് ഓർ സർവീസസ്. അപ്പോൾ അവിടെ തന്നെയുള്ള ചില റിസോഴ്സസ് അവരെ കൂടുതൽ ഡെവലപ്പ് ചെയ്യാനും മറ്റുള്ളവരെ സെർവ് ചെയ്യാനും സഹായിക്കുന്നുണ്ട്. ഫോർ ഇൻസ്റ്റൻസ് ഡാർജിലിംഗ് ഇൻ വെസ്റ്റ് ബംഗാൾ, അതിന് ഒരു ഉദാഹരണമാണ് വെസ്റ്റ് ബംഗാളിലെ ഡാർജിലിംഗ് ആസ് ഫേവറബിൾ ക്ലൈമാറ്റിക് കണ്ടീഷൻ ഫോർ ടീ പ്ലാന്റേഷൻ. ടീ പ്ലാന്റേഷനിൽ ഏറ്റവും നല്ല ക്ലൈമാറ്റിക് കണ്ടീഷനാണ് ഡാർജിലിംഗിലുള്ളത്. ദിസ് പർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക്സ് ഹാവ് ഹെൽപ്ഡ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് ദ സിറ്റി ആസ് എ സോട്ട് ആഫ്റ്റർ ടൂറിസ്റ്റ് സ്പോട്ട് ആസ് വെൽ ആസ് എക്സ്പോർട്ടിംഗ് സെന്റർ. അപ്പം ഈ ഒരു പ്രത്യേക റിസോഴ്സ് കാരണം ഈ വെസ്റ്റ് ബംഗാളിലെ ഡാർജിലിംഗ് വളരെ കീർത്തിയുള്ളതും സൗകര്യപ്രദമായിട്ടുള്ളൊരു സിറ്റി ആയിട്ട് മാറി. അവിടെ അതൊരു ടൂറിസ്റ്റ് സെന്ററും കൂടിയായി. അതുപോലെ മറ്റ് ആളുകൾക്ക് അവിടെ നിന്ന് ഈ ടീ കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ മറ്റുള്ളവർക്ക് ഉപകാരപ്രദവും അതുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന, അവിടെ മാനസിക ഉല്ലാസത്തിന് വരാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് മാറി. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് points for specialized services. Many cities lying along with the industrial belts in India, such as the Chota Nagpur region, Kollam Thiruvananthapuram or Bengaluru, Chennai, developed as prominent cities by providing favorable locations for mining, education, manufacturing or recreation. അപ്പോൾ മൈനിങ്, അതുപോലെ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ റിക്രിയേഷൻസ്, ഇതിനൊക്കെ കീർത്തിയേറ്റ സ്ഥലങ്ങളാണ് ചോട്ട നാഗപ്പൂർ, കൊല്ലം, തിരുവനന്തപുരം, ബംഗളൂരു, ചെന്നൈ ഒക്കെ. അപ്പോൾ ഇതെല്ലാം കോൺസെൻട്രേഷൻ പോയിന്റ്സ് ഫോർ സ്പെഷ്യലൈസ്ഡ് സർവീസസ് ആണ്. അങ്ങനെ 3 മെയിൻ ഫങ്ഷൻസ് ആണ് സിറ്റീസിൻ്റെ. ഇനി സിറ്റീസ് ആൻഡ് ഗ്ലോബൽ റിഫോംസ്, സിറ്റീസും ആഗോള നവീകരണത്തിന് സിറ്റീസ് എങ്ങനെയാണ് ഹെൽപ്ഫുൾ ആകുന്നതെന്ന്. ഇൻ ദിസ് സെക്ഷൻ വി വിൽ ഡിസ്കസ് ദ പാരഡൈം ഓഫ് ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻ ടു സിറ്റീസ് ആസ് ദേ റെസ്പോണ്ട് ടു ഗ്ലോബൽ ഫിനോമിന. ഗ്ലോബൽ ഫിനോമിനയെ റെസ്പോണ്ട് ചെയ്തിട്ട് ആഗോള പ്രതിഭാസത്തിന് സഹായകമായിട്ട് സിറ്റീസ് എങ്ങനെയാണ് മാറുന്നതെന്ന്. ദ പ്രോസസ് ഓഫ് അർബനൈസേഷൻ ആൻഡ് ദ എമർജൻസ് ഓഫ് സിറ്റീസ് ഈസ് നോട്ട് പ്യുവർലി ലോക്കലൈസ്ഡ് ആസ് വൺ ഇമാജിൻസ് ദം ടു ബി. അപ്പോൾ ഈ അർബനൈസേഷൻ അല്ലെങ്കിൽ എമർജൻസ് ഓഫ് സിറ്റീസ് എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു ലോക്കൽ, ഒരു ഭാഗത്ത് മാത്രം തിങ്ങി നിൽക്കുന്നതല്ല, അതിൻ്റെ ക്രെഡിറ്റ്, ഗുണങ്ങളൊക്കെ മറ്റു ഭാഗങ്ങളിലേക്കും പരക്കുന്നുണ്ട്. എ സിറ്റി ചേഞ്ചസ് ഫ്രം വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ്, അകത്തും വളരുന്നുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ഗുണങ്ങൾ പുറത്തേക്കും പോകുന്നുണ്ട്. ബോത്ത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ forces act on it, morphing it continuously. Here we shall briefly discuss 2 global phenomena that originated outside India. അപ്പോൾ 2 global phenomena അത് originated outside India ആണ്, but impacted the Indian cities. പക്ഷെ അത് ഇന്ത്യയിലും ഇൻഫ്ലുവൻസ് ചെലുത്തിയിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലനം നമുക്ക് ഇന്ത്യയിലും ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള 2 ഗ്ലോബൽ ഫിനോമിന പരിചയപ്പെടാം. സിറ്റീസ് ഇൻഡീഡ് എക്സിസ്റ്റഡ് ബിഫോർ ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. അപ്പം സിറ്റീസ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് മുമ്പ് എങ്ങനെയായിരുന്നു? ഹവർ ദ 18th century revolution ushered in unparalleled urbanization all over the world. However, the 18th century revolution അതുവഴി ഒരുപാട് അർബനൈസേഷൻ ഓൾ ഓവർ ദ വേൾഡ് ഉണ്ടായിക്കഴിഞ്ഞു. ദ എമർജൻസ് ഓഫ് ന്യൂ ഫാക്ടറീസ് ക്രിയേറ്റഡ് എ ഹയർ ഡിമാൻഡ് ഫോർ വേജ് ലേബേഴ്സ്. അപ്പം ഇങ്ങനെ പുതിയ പുതിയ ഇൻഡസ്ട്രി വലുതായപ്പോൾ, വ്യവസായവൽക്കൃതമായപ്പോൾ, കൂടുതൽ ഫാക്ടറികൾ നിർമ്മിതമായപ്പോൾ അവിടെ വർക്ക് ചെയ്യാനായിട്ട്
വേജ് ലേബേഴ്സിൻ്റെ ഭയങ്കര ഹയർ ഡിമാൻഡ്സ് ഉണ്ടായി. ദ ഹിതർട്ടു അഗ്രേരിയൻ സൊസൈറ്റി ഷിഫ്റ്റഡ് അവേ ഫ്രം ഫാംസ് ടു സിറ്റീസ് ഓയിങ് ടു ദ ന്യൂ ഫൗണ്ട് പ്രോസ്പെക്ട്സ് ഓഫ് എ സ്റ്റഡി ഇൻകം ആൻഡ് ജോബ്. അപ്പോൾ ഒരു സ്റ്റഡി ഇൻകവും ജോബിനും ഒക്കെ ആയിട്ട് ഗ്രാമപ്രദേശത്ത് ജോലി ചെയ്തിരുന്ന കൃഷിക്കാരും അതുപോലെയുള്ള മറ്റ് പൗരന്മാരും സിറ്റിയിലേക്ക് താമസം മാറ്റി. ദ ഡിമാൻഡ് ഫോർ ലേബേഴ്സ് വാസ് സോ ഹൈ ദാറ്റ് ദേ ഡ്രൗ വുമൺ ആൻഡ് ചിൽഡ്രൻ ടു ദ സിറ്റീസ് ഫോർ ജോബ്. അപ്പോൾ അവിടെ തൊഴിലാളികളുടെ ആവശ്യം അത്രക്ക് ഭീമമായിട്ടുണ്ടായതുകൊണ്ട് കുട്ടികളെയും സ്ത്രീകളെയും ഉൾപ്പെടെ എല്ലാവരെയും ആ ഭാഗത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു. ചൈൽഡ് ലേബർ ആൻഡ് അൺസേഫ് വർക്കിംഗ് കണ്ടീഷൻസ് വർ റാംപ്ഡ് ഡ്യൂറിങ് ദ പീരീഡ്. അപ്പോൾ ആ പീരീഡിൽ ചൈൽഡ് ലേബർ, അതുപോലെ ബാലവേലകൾ, അതുപോലെ തന്നെ അൺസേഫ് വർക്കിംഗ് കണ്ടീഷൻ, സുരക്ഷിതമല്ലാത്ത വർക്കിംഗ് കണ്ടീഷൻ ഒക്കെ അവിടെ കൂടുതലായി. ആസ് എ റിസൾട്ട് ദ പോപ്പുലേഷൻ ഇൻ ദ സിറ്റീസ് സ്പൈക്ഡ് ലീഡിങ് ടു അൺസാനിറ്ററി ലിവിങ് കണ്ടീഷൻസ് ആൻഡ് സ്കോളർ വിത്തിൻ സിറ്റീസ്. അപ്പം അങ്ങനെ വന്നപ്പോൾ സിറ്റീസിലെ ആ പോപ്പുലേഷൻ അങ്ങനെ അതിഭീമമായിട്ട് അങ്ങ് വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ അൺസാനിറ്ററി ലിവിങ്, ഒരു നല്ലതല്ലാത്ത ജീവിത രീതി, ശുദ്ധമല്ലാത്തത്, വെടിപ്പില്ലാത്ത അങ്ങനത്തെ ഒരു ജീവിത രീതി അവിടെ തുടർന്ന് ആളുകൾ മോശമാകാൻ തുടങ്ങി. ദ പൊല്യൂഷൻ കോസ്ഡ് ബൈ ദ ഫാക്ടറീസ് ആൻഡ് ദ ലാക്ക് ഓഫ് സൗണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ് ഫോർ വേസ്റ്റ് ഡിസ്പോസൽ ആഡഡ് ടു ദ പ്ലൈറ്റ് ഫോർ സിറ്റീസ്. അപ്പോൾ സിറ്റീസിൽ മലിനീകരണം, വായു മലിനീകരണം, അതുപോലെ ഫാക്ടറീസിൽ നിന്ന് വരുന്ന മറ്റ് സാധനങ്ങൾ കൊണ്ടുള്ള മലിനീകരണങ്ങൾ ഒക്കെ ആയിട്ട് ആകപ്പാടെ ആ ഭാഗങ്ങളൊക്കെ വളരെ മോശമാകാൻ തുടങ്ങി. ആസ് ഇല്ലുസ്ട്രേറ്റഡ് ഇൻ ദ പ്രീവിയസ് സെക്ഷൻ ഓൺ ദ സ്ട്രക്ചർ ഓഫ് ദ സിറ്റീസ്, ദ വർക്കിംഗ് ക്ലാസ് റിസൈഡഡ് ക്ലോസ് ടു ദ ഫാക്ടറീസ്. അപ്പം നമ്മൾ മോഡൽ കണ്ടതിൽ ആ സെൻറ്റർ, ഇൻഡസ്ട്രീരിയൽ സെൻറ്ററിന് അടുത്താണ് വർക്കിംഗ് ക്ലാസ് റെസിഡൻസ്. അപ്പം അവിടെ താമസിക്കുന്ന ആളുകൾ ഇതിൻ്റെ ദോഷഫലങ്ങളൊക്കെ അനുഭവിക്കാൻ തുടങ്ങി. While the affluent classes could afford clean, comfortable housing in the suburbs, പക്ഷേ അഫോർഡബിൾ ക്ലാസ്സസ്, അതായത് ധനവാന്മാരും കേമന്മാരുമായിട്ടുള്ള ആളുകൾക്കൊക്കെ അവർക്ക് ആ അപ്പർ ക്ലാസ് ആളുകൾക്ക് സബർബ്സ്, അതിൻ്റെ ആ അകന്ന്, സിറ്റിയുടെ സെൻറ്ററിൽ നിന്ന് അകന്ന് അറ്റഭാഗങ്ങളിലാണ് അവർ അവരുടെ താമസ സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ. അപ്പോൾ അവർ വളരെ കംഫർട്ടബിൾ ഹൗസിംഗ് ആണ് അവർക്ക് അവിടെ ഈ സബർബ്സിലൊക്കെ കിട്ടിയത്. ഫർദസ്റ്റ് ഫ്രം ദ ഫാക്ടറീസ്, അവർ ഫാക്ടറിയിൽ നിന്നൊക്കെ വളരെ അകലത്തിലും. റിസൾട്ടിങ് ഇൻ സ്പേഷ്യൽ സെഗ്രിഗേഷൻ വിത്തിൻ സിറ്റീസ്. നൺലെസ് ഡ്യൂറിങ് ദ ടൈം ദ ഇൻഡസ്ട്രീരിയൽ സിറ്റീസ് വിറ്റ്നസ് ദ അഡ്വെന്റ് ഓഫ് അസംബ്ലി ലൈൻ പ്രൊഡക്ഷൻ ആൻഡ് ദ ഡെവലപ്മെന്റ് ഓഫ് റെയിൽ, റോഡ് ആൻഡ് ഇലക്ട്രിസിറ്റി. അപ്പോൾ എങ്ങനെയായാലും ഡ്യൂറിങ് ദ ടൈം ദ ഇൻഡസ്ട്രീരിയൽ സിറ്റീസ് വിറ്റ്നസ് ദ അഡ്വെന്റ് ഓഫ് അസംബ്ലി ലൈൻ പ്രൊഡക്ഷൻ ആൻഡ് ദ ഡെവലപ്മെന്റ് ഓഫ് റെയിൽ, റോഡ് ആൻഡ് ഇലക്ട്രിസിറ്റി. അപ്പോൾ ഇതിൻ്റെയൊക്കെ വികസനങ്ങളും ഉണ്ടായി. അനദർ ഇവന്റ് ദാറ്റ് മാർക്ക്ഡ് എ ഡിസ്റ്റിങ്ക്റ്റ് ഷിഫ്റ്റ് ഇൻ ദ സിറ്റീസ് വാസ് ദ ഗ്ലോബലൈസേഷൻ ഓഫ് ദ 1980s. 1980s ഗ്ലോബലൈസേഷനാണ് വേറൊരു ഷിഫ്റ്റ് സിറ്റീസിന് ഉണ്ടാകാനായിട്ട് കാരണം. New governance, financial and consumptive arrangements were adopted by the Indian cities, particularly the internationalization of financial sectors. Cities made deliberate and strategic moves to attract international corporations. അപ്പം മറ്റ് ആഗോള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തുടങ്ങി. 1980 ഗ്ലോബലൈസേഷനിൽ സിറ്റീസ് അവനവൻ്റെ രാജ്യത്തിൽ മാത്രം അവരുടെ കാര്യങ്ങൾ ഒതുക്കി നിർത്താതെ അവരുടെ നേട്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ മറ്റ് പുറം രാജ്യമായിട്ടും പങ്ക് വെക്കാനായിട്ട് തുടങ്ങി. സിറ്റീസ് മെയ്ഡ് ഡെലിബറേറ്റ് ആൻഡ് സ്ട്രാറ്റജിക് മൂവ് ടു അട്രാക്ട് ഇന്റർനാഷണൽ കോർപ്പറേഷൻസ്. അപ്പോൾ പല ബിസിനസ് കാര്യങ്ങളും പല കാര്യങ്ങളുമായിട്ട് ഇന്റർനാഷണൽ കോർപ്പറേഷൻസ് ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യാൻ തുടങ്ങി. ഇറ്റ് വാസ് പ്രൈമർലി എ റിസൾട്ട് ഓഫ് ന്യൂ tradable specialization connected with the information and technology revolution. And information and technology revolution മൂലം ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും തമ്മിൽ പരസ്പരം ബന്ധപ്പെടാനും കാര്യങ്ങൾ നീക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ടായി. റൈസ് ഓഫ് ബംഗളൂരു ഇൻ കർണാടക ആസ് എ സെൻറ്റർ ഓഫ് ഇലക്ട്രോണിക് സ്പെഷ്യലൈസേഷൻ ഈസ് ആൻ എക്സാമ്പിൾ. ഇതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് കർണാടകയിലെ ബംഗളൂരു. അവിടെ ഇൻ 1985 ഒരു ഇലക്ട്രോണിക് സ്പെഷ്യലൈസേഷൻ സെൻറ്റർ തുടങ്ങി വിത്ത് അറൈവൽ ഓഫ് ടെക്സസ് ഇൻസ്ട്രുമെൻറ്റ്സ്
a US-based corporation, Bengaluru rose to global structure as an attractive site for multinational corporation looking to relocate. അപ്പോൾ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലമായിട്ട് മാറി ബംഗളൂരു. അപ്പോൾ the local government made legislative and administrative measures to ensure ease of doing business for the international corporations. അപ്പോൾ ഇന്റർനാഷണൽ കോർപ്പറേഷൻസ് ആയിട്ട് ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടുത്തെ ഗവൺമെൻറ്റും നിയമസഭകളും ഒക്കെ ചെയ്തു കൊടുക്കാൻ തുടങ്ങി. ഡീറെഗുലേറ്റിംഗ് ലൈസൻസസ് for setting up the business, developing exclusive economic zones with competitive infrastructure and guaranteeing tax incentives were some of the measures adopted by the lawmakers. അപ്പോൾ ലോ മേക്കേഴ്സും കുറേ മെഷേഴ്സൊക്കെ ഇതിന് സ്വീകാര്യമായിട്ടുള്ള രീതിയിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവരുടെ സഹായങ്ങളും ചെയ്യാൻ തുടങ്ങി. ദീസ് മെഷേഴ്സ് ബൂസ്റ്റഡ് ദ ലോക്കൽ സോഫ്റ്റ്വെയർ ഡിസൈൻ എൻവയറമെൻറ്റ്. അപ്പോൾ അത് ഈ ലോക്കൽ സോഫ്റ്റ്വെയർ ഡിസൈൻ എൻവയറമെൻറ്റിനെ കൂടുതൽ പുരോഗതിയിലേക്ക് നയിച്ചു. ദെയർ ബൈ എൻഹാൻസിങ് ദ പൊസിഷൻ ഓഫ് ദ സിറ്റി ഇൻ ദ ഗ്ലോബൽ വാല്യൂ ചെയിൻ. ദ ട്രൈഗർ ഫോർ ചേഞ്ച് ഇൻ ദ spatial and social restructuring of Bengaluru as the revolution in information technology. അപ്പോൾ ഇൻഫോർമേഷൻ ടെക്നോളജിയിലെ ഒരു റെവല്യൂഷൻ തന്നെയാണ് ബംഗളൂരുവിൽ നടന്നത്. ഹവർ ദ സിറ്റി അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ദ ലോക്കൽ സ്കിൽഡ് വർക്ക് ഫോഴ്സ് promptly responded to the global demand, ushering in a paradigm leap in the cities development. അപ്പോൾ സിറ്റീസിൻ്റെ ഡെവലപ്മെൻറ്റും അതുപോലെ തന്നെ ആഗോളതലത്തിലുള്ള ഡെവലപ്മെൻറ്റുമായിട്ട് പങ്കുവച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ഇത് സഹായപ്രദമായി. ഇൻ ദിസ് യൂണിറ്റ് വി ഹാവ് ഡിസ്കസ്ഡ് വാട്ട് സിറ്റീസ് ആർ ആൻഡ് വൈ ഡിഫൈനിങ് സിറ്റീസ് ഈസ് ഡിഫിക്കൽട്ട്. അപ്പോൾ ഈ യൂണിറ്റിൽ നമ്മൾ സിറ്റി എന്താണെന്ന് നോക്കി, പക്ഷേ വി ഹാവ് ഡിസ്കസ്ഡ് വാട്ട് സിറ്റീസ് എന്താണെന്ന്, നഗരം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ച്. ആൻഡ് വൈ ഡിഫൈനിങ് സിറ്റീസ് ഈസ് ഡിഫിക്കൽട്ട്. അതുപോലെ തന്നെ സിറ്റീനെ ഡിഫൈൻ ചെയ്യുക, ഒരു ലൈനിൽ സിറ്റീനെ ഡിഫൈൻ ചെയ്യുക അല്ലെങ്കിൽ വ്യക്തമായിട്ടൊരു ഡെഫിനിഷൻ നൽകുക, അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അതിൽ പല പല ഘടകങ്ങളുണ്ട്, പല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാത്തിനെയും കൂടി ക്രോഡീകരിച്ച് നല്ലൊരു ഡെഫിനിഷൻ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കി. വി ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ സോഷ്യോളജിക്കൽ റെലവൻസ് ഓഫ് സിറ്റീസ്. Further, we discussed the spatial configuration of cities. പിന്നീട് നമ്മൾ പഠിച്ചത് സ്പാഷ്യൽ configuration of cities, their functionalities, and how it would result in spatial segregation amongst the city dwellers. അപ്പോൾ സിറ്റിയിൽ താമസക്കാർക്ക് ഈ സ്പാഷ്യൽ സെഗ്രേഷൻ അവരെ എങ്ങനെയാണ് ബാധിച്ചതെന്നും അവർക്ക് അത് ഗുണപ്രദമാണോ ദോഷമാണോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കി. വി ഡിസ്കസ്ഡ് ഇൻ ഡീറ്റെയിൽ 2 മോഡൽസ്. അപ്പോൾ ഇവിടെ സ്പേഷ്യൽ കോൺഫിഗറേഷൻ പഠിച്ച സമയത്ത് 2 മോഡൽസ് നമ്മൾ പഠിച്ച്. ഫസ്റ്റ് വൺ ദ കോൺസെൻട്രിക് സോൺ മോഡൽ ആൻഡ് ദ സെക്ടർ മോഡൽ. ഫസ്റ്റ് കോൺസെൻട്രിക് സോൺ മോഡൽ, രണ്ടാമത്തത് സെക്ടർ മോഡൽ. ടു ഗെയിൻ ഇൻസൈറ്റ്സ് ഇൻ ടു ദ സ്പേഷ്യൽ കോൺഫിഗറേഷൻ ഓഫ് ദ ഫിസിക്കൽ ആൻഡ് സോഷ്യൽ എലിമെൻറ്റ്സ് ഇൻ എ സിറ്റി. അപ്പോൾ സിറ്റിയിൽ 2 തരം എലിമെൻറ്റ്സ് ആണുള്ളത്. ഒന്ന് ഫിസിക്കൽ എലിമെൻറ്റ്സ്, അതായത് ആ സ്ഥലവും സൗകര്യങ്ങളൊക്കെ, പിന്നെ അതിലുള്ള മറ്റ് സോഷ്യൽ എലിമെൻറ്റ്സും. അങ്ങനെ ഈ രണ്ടിനെ എങ്ങനെയൊക്കെ സെറ്റപ്പ് ചെയ്യാമെന്ന് നമ്മൾ ഈ സ്പേഷ്യൽ കോൺഫിഗറേഷൻ അപ്പോൾ ഈ 2 മോഡലിലൂടെ മനസ്സിലാക്കി. ഒന്ന് കോൺസെൻട്രിക് സോൺ മോഡൽ, സെക്കൻഡ് വൺ സെക്ടർ മോഡൽ. ഇൻ ദ സബ്സിക്വൻറ്റ് സെക്ഷൻസ്, പിന്നീട് വന്ന സെക്ഷനിൽ നമ്മൾ എന്താ നോക്കിയത്, ഇൻ ദ സബ്സിക്വൻറ്റ് സെക്ഷൻസ് യു ആർ ഇൻട്രൊഡ്യൂസ് ടു സം ക്രൈറ്റീരിയ ഫോർ ക്ലാസിഫയിങ് സിറ്റീസ്. സിറ്റീസിനെ 6 ക്ലാസിഫൈ ചെയ്തതായിട്ട് കണ്ടത്. അത് കുറച്ച് ക്രൈറ്റീരിയകൾ നോക്കിയിട്ട് ആണ് ഈ ക്ലാസിഫിക്കേഷൻ ചെയ്തത്. ഇൻ ദ സബ്സിക്വൻറ്റ് സെക്ഷൻസ് യു ആർ ഇൻട്രൊഡ്യൂസ് ടു സം criteria for classifying cities. We discussed the
categories proposed by Gideon Sjöberg and Noel Herbert. നോയൽ ഹെർബർട്ടും ഗിഡിയൻ സൊറേജും, അത് ഇൻഡസ്ട്രീരിയലും നോൺ ഇൻഡസ്ട്രീരിയൽ അങ്ങനെയാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ വന്നത്. പിന്നീട് കുറേയും കൂടി വിപുലീകരിച്ച് നല്ല രീതിയിൽ നോയൽ ഹെർബർട്ട് 6 രീതിയിൽ സിറ്റീനെ ക്ലാസിഫൈ ചെയ്ത് അണ്ടർ ദ സെക്ഷൻ ഓൺ ഫങ്ഷൻസ്. അത് കഴിഞ്ഞിട്ട് ആ ക്ലാസിഫിക്കേഷൻ്റെ ശേഷം നമ്മൾ നോക്കിയത് functions of the cities ആണ്. The basic idea was to make you realize that cities serve larger functions to their neighboring territories. അപ്പോൾ അതിൻ്റെ നൈബറിങ് ടെറിട്ടറീസിനും സിറ്റീസ് വളരെ നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഒരു സിറ്റി അതിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്, ഒപ്പം തന്നെ അടുത്തുള്ള നൈബറിങ് ടെറിട്ടറീസിനും അത് സഹായപ്രദമായിട്ടുള്ള കാര്യങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ the basic idea was to make you realize that cities serve larger functions to their neighboring territories. പിന്നെ ലാസ്റ്റ്ലി വി ഡിസ്കസ് ദ ഡെവലപ്മെന്റ് പാറ്റേൺസ് ഓഫ് സിറ്റീസ് ആസ് എ റെസ്പോണ്ട് ടു ഗ്ലോബൽ റിഫോംസ്. അപ്പോൾ ലാസ്റ്റിലി അവസാനമായിട്ട് നമ്മൾ കണ്ടത് വി ഡിസ്കസ് ദ ഷിഫ്റ്റ് ഇൻ ഡെവലപ്മെന്റ് പാറ്റേൺസ് ഓഫ് സിറ്റീസ്. സിറ്റീസിൻ്റെ ഡെവലപ്മെന്റ് പാറ്റേൺസ് as they respond to global reforms. അപ്പോൾ ഷിഫ്റ്റ് ഇൻ ഡെവലപ്മെൻറ്റ് പാറ്റേൺസ് ഓഫ് സിറ്റീസ് ആസ് ദേ റെസ്പോണ്ട് ടു ഗ്ലോബൽ റിഫോംസ്. ഗ്ലോബൽ റിഫോംസിൽ സിറ്റി നമ്മുടെ ഡെവലപ്മെൻറ്റ് പാറ്റേൺസ് ഓഫ് സിറ്റീസ് ൻ്റെ റെസ്പോണ്ട് എങ്ങനെയാണെന്ന്, ഓരോ സിറ്റീസും ഗ്ലോബൽ റിഫോംസിന് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പരസ്പര പൂരിതമായിട്ട് എങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്, അതാണ് അവസാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വി അണ്ടർടുക്ക് 2 മേജർ ഇവൻറ്റ്സ് ഇൻ ഹിസ്റ്ററി. ഹിസ്റ്ററിയിലെ 2 പ്രധാനപ്പെട്ട സംഭവങ്ങൾ എടുത്തിട്ടാണ് ഇത് നോക്കിയത്. ഒന്ന് 18th സെഞ്ച്വറി ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് 21st സെഞ്ച്വറി ഗ്ലോബലൈസേഷൻ. അപ്പോൾ 18th സെഞ്ച്വറിയിലെ ഇൻഡസ്ട്രിയലൈസേഷനും അതുപോലെ 21st സെഞ്ച്വറിയിലെ ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണം, ടു ഡിസ്കസ് ദെയർ ഇമ്പാക്റ്റ് ഓൺ ദ സോഷ്യൽ ആൻഡ് എക്കണോമിക് സ്ട്രക്ചേഴ്സ് ഓഫ് സിറ്റീസ്. അപ്പോൾ ഓരോ സിറ്റിയുടെയും സോഷ്യലും എക്കണോമിക്കും സ്ട്രക്ചർ ഓഫ് സിറ്റീസ് ഇതിൽ വളരെ പരിവർത്തനങ്ങളും പ്രതിഫലനങ്ങളും ഉണ്ടാക്കിയ 2 മുഖ്യ സംഭവങ്ങളാണ് 18th സെഞ്ച്വറി ഇൻഡസ്ട്രിയലൈസേഷൻ, അത് വ്യവസായവൽക്കരണം 18ാം നൂറ്റാണ്ടിലെ, അതുപോലെ 21st സെഞ്ച്വറിയിലെ ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണം. ഇത് 2 സിറ്റീസിൽ വളരെയധികം ഇമ്പാക്റ്റ്, സോഷ്യൽ ആൻഡ് എക്കണോമിക് സ്ട്രക്ചർ ഓഫ് സിറ്റീസിൽ വളരെ നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ സംഭവഗതികളാണ്. അപ്പോൾ ഇത്രയാണ് ഈ സിറ്റീസിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി ഇവിടെ ഓരോ സ്പെസിമെൻ ആൻസേഴ്സ് ടു ചെക്ക് യുവർ പ്രോഗ്രസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഓരോ ഭാഗത്തിൻ്റെ താഴെയായിട്ട് അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻസർ നിങ്ങൾ നേരെ തന്നെ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ആൻസറിലേക്ക് വരരുത്. ആദ്യം ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് സ്വയം ആൻസർ കണ്ടുപിടിച്ചിട്ട് അത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ചെക്ക് യുവർ പ്രോഗ്രസ് ടു എന്നുള്ള ഭാഗത്തേക്ക് വരിക. അപ്പോൾ ഹോയറ്റ് മോഡലിൻ്റെ പ്രത്യേകത, ഫസ്റ്റ് ആൻസർ അതിനെക്കുറിച്ചാണ്. ഹോയറ്റ് മോഡൽ കൺസിഡേഴ്സ് ദ ഡയറക്ഷൻ ആൻഡ് ഡിസ്റ്റൻസ് ഓഫ് ഗ്രോത്ത് ഓഫ് ഈച്ച് സെക്ടർ. ഇറ്റ് ഓൾസോ ടേക്സ് ഇൻ ടു അക്കൗണ്ട് accessibility to travel links as critical parameter in the spatial arrangements of a city, which was left അൺഡയഗ്നൈസ്ഡ് ബൈ ദ കോൺസെൻട്രിക് സോൺ മോഡൽ. അപ്പോൾ കോൺസെൻട്രിക് സോൺ മോഡലും പിന്നെ സെക്ടർ മോഡലും തമ്മിലുള്ള ഡിഫറൻസ് ഇതാണ്. ആദ്യത്തെ മോഡലിൽ കോൺസെൻട്രിക് മോഡലിൽ എല്ലാ കാര്യവും വ്യക്തമാക്കുന്നില്ല, പക്ഷേ ഹോയൽ മോഡൽ അതല്ലെങ്കിൽ സെക്ടർ മോഡലിൽ ആ ഡയറക്ഷൻ വളരെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. ഹോയൽ മോഡൽ കൺസിഡേഴ്സ് ദ ഡയറക്ഷൻ ആൻഡ് ഡിസ്റ്റൻസ് ഓഫ് ഗ്രോത്ത് ഓഫ് ഈച്ച് സെക്ടർ. ഓരോ സെക്ടറിൻ്റെയും ഡയറക്ഷനും ഗ്രോത്തും എങ്ങനെയാണെന്ന് വ്യക്തമാക്കി കാണിക്കുന്നുണ്ട്. ഇറ്റ് ഓൾസോ ടേക്സ് ഇൻ ടു അക്കൗണ്ട് ആക്സസിബിലിറ്റി ടു ട്രാവൽ ലിങ്ക്സ് ആസ് എ ക്രിട്ടിക്കൽ പാരാമീറ്റർ ഇൻ ദ സ്പാഷ്യൽ അറേഞ്ച്മെൻറ്റ്സ് ഓഫ് എ സിറ്റി. അപ്പോൾ ഇത് ഈ ഒരു കുറവ് കോൺസെൻട്രിക് സോൺ മോഡലിലും ഉണ്ട്. ഇനി both models place the central business district at the core of spatial arrangement, which shows the primacy they give to economic activities in the city's spatial configuration.
അപ്പോൾ in classification of cities, Seeberg classified the cities into pre-industrial and industrial. Seeberg conceptualized this classification in the 1960s, where predominantly the Western nations were thriving on scientific discoveries. However, today, especially after globalization, where most of the non-Western nations are heading towards extensive urbanization, his overgeneralized categorization may prove to be obsolete. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യത്തെ പ്രീ ഇൻഡസ്ട്രീരിയൽ ആൻഡ് ഇൻഡസ്ട്രീരിയൽ എന്നുള്ള ക്ലാസിഫിക്കേഷൻ വിലയില്ലാതെയായി. പിന്നീട് 6 രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ, അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഇപ്പോൾ കൊടുക്കുന്നത്. Broadly, the different classification of cities on the basis of major functions they perform is still found true. However, cities have more functions than one can also be found. അപ്പോൾ ഓരോ സിറ്റീസിലും ഓരോരുത്തർ പറയുന്നേക്കാൾ കൂടുതൽ ഫങ്ഷൻസ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ബ്രോഡ്ലി നമുക്ക് പറയാം ക്ലാസിഫിക്കേഷൻ രണ്ടും ഉപകാരപ്രദമായിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് തന്നെയാണ്.